6 മാസങ്ങൾ 4, 5, 6 മാസങ്ങളിലാണെങ്കിൽ കുറച്ചും കൂടി ഒരു 350 കിലോ കാലറി ഒക്കെ ഊർജം ആവശ്യമായിട്ടുണ്ട്. ഇനിയിപ്പോൾ അവസാനത്തെ 3 മാസങ്ങളിലാണെങ്കിൽ കുറച്ചും കൂടെ കൂടുതൽ 450 കിലോ കാലറി വരെ ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് സ്വാഭാവികമായി 1200 മുതൽ 1800 കിലോ കാലറി വരെയാണ് സാധാരണ ഒരു സ്ത്രീക്ക് ആവശ്യമായിട്ടുള്ളത്. എന്നാൽ 2300 കിലോ കാലറി വരെയാണ് ഒരു പ്രഗ്നന്റിന് ആവശ്യമായിട്ടുള്ളത്. അതായത് ചെറിയ വ്യത്യാസമുള്ളൂ. അപ്പോൾ ആ ഒരു വ്യത്യാസത്തിനനുസരിച്ചുള്ള പോഷകങ്ങളാണ് നമ്മൾ കഴിക്കേണ്ടത്. ഇനിയും അവിടെ ഒരു ചില പ്രത്യേകതകൾ കൂടെ ഉണ്ട്. എല്ലാ ആൾക്കാരും ഇതേപോലെയാണോ കഴിക്കേണ്ടത്? എല്ലാ ആൾക്കാരും ഒരേപോലെയാണോ കഴിക്കേണ്ടത്? അല്ലല്ലോ. ഓരോ ആൾക്കാർക്കും ഓരോ തരത്തിലാണ്. കാരണം ഓരോ ആൾക്കാരുടെ വെയിറ്റ് വ്യത്യാസമാണ്, ഓരോ ആൾക്കാരുടെ മെഡിക്കൽ കണ്ടീഷൻസ് വ്യത്യാസമാണ്. അതും കൂടെ നമ്മളിവിടെ മുഖവിലേക്ക് എടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മൾ വെയിറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പ്രഗ്നൻ്റ് ആയി നമ്മൾ കൺസീവ് ആയ ഒരു വെയിറ്റ് ഉണ്ടല്ലോ, ആ വെയിറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു സമയത്ത്. ആ ഒരു വെയിറ്റ് വെച്ചിട്ട് നമ്മൾ BMI കണക്കാക്കും. BMI അറിയൂലേ? മിക്കവാറും ആൾക്കാർക്ക് അറിയുന്നുണ്ടാവും. BMI എന്ന് പറയുമ്പോൾ നമ്മളെ ബോഡിയുടെ വെയിറ്റും ലെങ്ത്തും വെച്ചിട്ടുള്ള ഒരു ആനുപാതികമാണ്. അപ്പോൾ ഈ BMI കണക്കാക്കിയിട്ട് ആണ് 4 തരത്തിലാണ് സാധാരണ പ്രഗ്നൻസിനെ തരംതിരിക്കുന്നത്. അതായത് അണ്ടർ വെയിറ്റ് ഉള്ള പ്രഗ്നൻസ്, അതായത് BMI 18.5 താഴെയുള്ള പ്രഗ്നൻസ്, അവർക്കാണെങ്കിൽ ഒരു 17 കിലോ വരെയൊക്കെ കൂടാം. ടോട്ടൽ പ്രഗ്നൻസി പീരീഡ് 17 കിലോ വെച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല, കൂടണം. ഇനിയിപ്പോൾ നോർമൽ BMIയിലുള്ള ആൾക്കാരാണെങ്കിൽ, അതായത് 18.5 മുതൽ 24.9 വരെ ഇതിനിടയിലുള്ള ആൾക്കാരാണ് നോർമൽ BMIക്കാർ. ഇപ്പം ഇവർക്ക് ഒരു 11 കിലോ വരെ കൂടാൻ പാടുള്ളൂ. ഇനിയിപ്പോൾ പൊണ്ണത്തടി ഉള്ള ആൾക്കാർ, അതുപോലെ ഓവർ വെയിറ്റ് ഉള്ള ആൾക്കാരുണ്ടല്ലോ, ഇവർക്കാണെങ്കിൽ ഒരു 7 മുതൽ 5-7 കിലോ മാത്രമേ കൂടാൻ പാടുള്ളൂ. അപ്പോൾ ഇത്തരത്തിൽ ഒരു വെയിറ്റ് അനുസരിച്ച് നമ്മൾ പ്രഗ്നൻസിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം കൂടെ ഇതിൻ്റെ കൂടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഓരോ ആളും ഒരേപോലെയല്ല ഭക്ഷണം കഴിക്കേണ്ടത്. കാരണം നല്ല വെയിറ്റ് ഉള്ള ആൾ ഇപ്പോൾ പോലെ നമ്മൾ വെയിറ്റ് കുറഞ്ഞ ആളെ പോലെ ഭക്ഷണം കഴിച്ചാൽ എന്താവും? അവസാന സമയം നല്ല വെയിറ്റ് കൂടും, നമ്മുടെ ഡെലിവറി കോംപ്ലിക്കേറ്റഡ് ആവും, ബുദ്ധിമുട്ടുണ്ടാവും, റിക്കവറി ബുദ്ധിമുട്ടാവും. കാരണം ഈ മുറിവ് ഉണങ്ങാൻ സമയമെടുക്കും. അതുപോലെ ലാക്ടേഷൻ, പാല് കൊടുക്കുന്നതിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. കാരണം നമ്മൾ പൊസിഷനിങ് ഒന്നും കറക്റ്റ് ആയിക്കൊള്ളണം എന്നില്ല വെയിറ്റ് കൂടുമ്പോൾ. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മളെ BMIക്ക് അനുസൃതമായിട്ടുള്ള വെയിറ്റ് ആണ് ഓരോ ആൾക്കാരും കൂടേണ്ടത്. ഓക്കെ, ഇത് ക്ലിയർ ആയോ? മാം എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നേ, ചോദിച്ചോട്ടെ? ചോദിക്കും. മാം, എന്റെ പേര് അഞ്ജനയായിരുന്നു, ഞാൻ കോട്ടയത്തുനിന്നാണേ. മാം, ഈ നമ്മുടെ ഈ പ്രസവ സമയത്ത് ആദ്യത്തെ 2-3 മാസം നമ്മുടെ ഈ കപ്ലങ്ങ എന്ന് പറയുമല്ലോ, ഈ പപ്പായ, അത് കഴിക്കല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുമല്ലോ, അതിനെ കുറിച്ച് എങ്ങനെയാണ് ഒരു ധാരണ? അത് നമ്മൾ പറയാൻ പോകുന്ന ഒരു ടോപ്പിക്കാണ്. നമ്മൾ അപ്പൊ ഡിസ്കസ് ചെയ്താൽ മതിയല്ലേ? മതി. അപ്പൊ ഇത്രയാണ് നമ്മുടെ BMI അനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ. ഇനിയിപ്പോ ട്രൈമസ്റ്ററുകൾ അറിയില്ലേ? ട്രൈമസ്റ്റേഴ്സ് എന്ന് പറയും നമ്മളെ ഈ പ്രഗ്നൻസിയുടെ ഓരോ കാലഘട്ടത്തിന് നമ്മൾ എന്താണ് ട്രൈമസ്റ്റർ വെച്ചിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുക. അതായത് ആദ്യത്തെ 3 മാസങ്ങൾ ഫസ്റ്റ് ട്രൈമസ്റ്ററും, അടുത്ത 3 മാസങ്ങൾ സെക്കൻഡ് ട്രൈമസ്റ്ററും, അവസാനത്തെ 3 മാസങ്ങൾ തേർഡ് ട്രൈമസ്റ്ററുമായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ ഈ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ എന്താവും? നമ്മൾ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞിട്ടുള്ളൊരു സമയമാണ്. എല്ലാ ബുദ്ധിമുട്ടുകളും ക്ഷീണം ഒക്കെ ഉണ്ടാവുന്ന ഒരു സമയമാണ്. മിക്കവാറും നമുക്ക് എന്തൊക്കെയാണ് ഉണ്ടാവുക? ചില ആൾക്കാർക്ക് ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവും, ആസിഡിറ്റി ഉണ്ടാവും, അതുപോലെ മോർണിംഗ് സിക്നസ്, ഓക്കാനം, രാവിലെ എണീക്കുന്നതേ ഓക്കാനിച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു ദിവസത്തിൻ്റെ പല സമയങ്ങളിലായിട്ട് ഓക്കാനം വരും. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവും. അതുപോലെ ഛർദിച്ചിട്ടേ ഇപ്പോൾ ഒരു 3 മാസം കംപ്ലീറ്റ് ഛർദിയായിട്ടുള്ള ആൾക്കാരുണ്ട്. അതിനെ ഹൈപ്പറെമിസിസ് ഗ്രാവിഡാരം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കണ്ടീഷനാണ് അത്. എന്നാലും മിക്കവാറും ആൾക്കാർക്കൊക്കെ ഓക്കാനും ഛർദിയൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞു, ഫസ്റ്റത്തെ 3 മാസം അധികം കാലറിയുടെ ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ
നമുക്ക് പ്രത്യേകിച്ച് എക്സ്ട്രാ ഫുഡ് കഴിക്കേണ്ട കാര്യമില്ല. നമുക്ക് ഒന്നാമത് കഴിക്കാനും കഴിയില്ല, കാരണം അങ്ങനത്തെ ഒരു കണ്ടീഷൻ ആയിരിക്കും ഫസ്റ്റത്തെ 3 മാസം എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു സമയത്ത് നമ്മൾ ഫോളിക് ആസിഡ്സ് നിർബന്ധമായിട്ടും എടുക്കുക. അതുകൂടാതെ ഭക്ഷണം 3 സമയങ്ങളിലായിട്ടാണല്ലോ സ്വാഭാവികമായിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുക. അപ്പോൾ അതിനെ ഡിവൈഡ് ചെയ്ത് 6 സമയങ്ങളിലായിട്ട് ഭക്ഷണം കഴിക്കുക. പ്ലസ് വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാതിരിക്കുക. ഒരു ചെറിയ മീലായിട്ട് 6 ടൈംസ് വെച്ചിട്ട് ഭക്ഷണം കഴിക്കാനായിട്ട് നോക്കുക. അതുപോലെ ഓവറായിട്ട് ഈ ഓക്കാനം, മോർണിംഗ് സിക്നസ് ഒക്കെ ഉള്ള ആൾക്കാർക്ക് രാവിലെ എണീറ്റ ഉടനെ റസ്കോ ബിസ്ക്കറ്റോ ഒക്കെ കഴിക്കാനായിട്ട് നോക്കാം. ഇനിയിപ്പോൾ മധുരം ഇഷ്ടമല്ല എന്നുള്ളവരാണെങ്കിൽ ക്രാക്കേഴ്സ് വാങ്ങും. ബിസ്ക്കറ്റ് പോലെ തന്നെയാണ്, ഭയങ്കര തിന്നായിട്ടുള്ളതാണ്, അത് മധുരം ഉണ്ടാവില്ല. മധുരത്തിന് ഇഷ്ടക്കേടുള്ള ആൾക്കാർക്ക് ഈ ക്രാക്കേഴ്സ് കഴിച്ചാലും നല്ലതാണ്. അതായത് ഒരു ഡ്രൈ ആയിട്ടുള്ള എന്തെങ്കിലും കഴിച്ചൊരു ഡേ തുടങ്ങുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു അർത്ഥം. അപ്പോൾ അത് നമുക്ക് മോർണിംഗ് സിക്നസ് ഒരു പരിധി വരെ നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. കാരണം മോർണിംഗ് സിക്നസ്സുമായിട്ട് അല്ലെങ്കിൽ ഛർദിയായിട്ട് ഒരു ദിവസം തുടങ്ങിയാൽ പിന്നെ ആ ദിവസം പോയി അല്ലേ, എല്ലാവരും ആ എനർജി ഒക്കെ അതിൽ കൂടെ തന്നെ പോകും. അപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് നോക്കുക. അതുപോലെ തന്നെ കുറച്ച് ഓയിലി ആയിട്ടുള്ളത്, അതുപോലെ എരിവുള്ളത് ഒക്കെ ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ മാക്സിമം കുറച്ച് പ്ലെയിൻ ആയിട്ടുള്ളത് കഴിക്കുക. ഇപ്പം റൈസ് ആയാലും നല്ലതാണ്. ബനാന, പഴം, ആപ്പിള്, ഇതൊക്കെ കുറച്ച് പ്രത്യേകിച്ച് ഓവറായിട്ടുള്ള ഫ്ലേവേർഡ് അല്ലാത്ത ലൈറ്റ് ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കാനായിട്ട് നോക്കുക. അതാണ് ഫസ്റ്റ് 3 മാസത്തിലുള്ള. ഇനി രണ്ടാമത്തെ ഈ സെക്കൻഡ് ട്രൈമസ്റ്ററിലേക്ക് വരികയാണെങ്കിൽ വളരെ ആക്റ്റീവ് ആയിട്ടുള്ളൊരു സമയമായിരിക്കും സെക്കൻഡ് ട്രൈമസ്റ്റർ. ഇപ്പോൾ ഈ അതുവരെ ഛർദിയാണെങ്കിൽ നമുക്ക് കുറച്ചൊക്കെ ഭക്ഷണത്തിനോടൊക്കെ ഒരു കൊതി തോന്നി തുടങ്ങുന്ന ഒരു സമയമാണ് ഈ സെക്കൻഡ് ട്രൈമസ്റ്റർ എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാം കഴിക്കാം, എല്ലാം മിതമായ രീതിയിൽ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. പിന്നെ അതുകൂടാതെ തന്നെ ചിലപ്പോൾ സെക്കൻഡ് ട്രൈമസ്റ്റർ, തേർഡ് ട്രൈമസ്റ്ററിലൊക്കെ കുറച്ച് കോൺസ്റ്റിപ്പേഷൻ്റെ പ്രശ്നം ഉണ്ടാവും, കുറച്ച് മലബന്ധമൊക്കെ ഉണ്ടാവാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കൂടുതൽ മാക്സിമം പച്ചക്കറികളും പഴങ്ങളും, അതായത് നാരുകൾ അടങ്ങിയിട്ടുള്ള പച്ചക്കറികളും പഴങ്ങളും ഉൾപ്പെടുത്തിയാൽ തന്നെ കുറേയൊക്കെ കോൺസ്റ്റിപ്പേഷനെ കുറക്കാനായിട്ട് പറ്റും. പിന്നെ അതുകൂടാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ധാരാളം വെള്ളം കുടിക്കുക, അതും കോൺസ്റ്റിപ്പേഷനെ ഒഴിവാക്കാനുള്ള ഒരു മാർഗം കൂടിയാണ്. ഇനി തേർഡ് ട്രൈമസ്റ്റർക്ക് കിടക്കുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ ഡെലിവറിനെ ഈസി ആക്കുന്ന തരത്തിലുള്ള ഒരു ഡയറ്റ് ആവണം നമ്മൾ കൊടുക്കേണ്ടതായിട്ടുള്ളത്. ഒന്നാമത് കുട്ടി നല്ല വെയിറ്റ് കൂടുന്ന ഒരു സമയമാണ്. സെക്കൻഡ് ട്രൈമസ്റ്ററിലാണ് കുട്ടിക്ക് ബാക്കിയുള്ള എല്ലാ ഡെവലപ്മെന്റും വരുന്ന ഒരു സമയമാണ്. തേർഡിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടെ കുട്ടീൻ്റെ വെയിറ്റ് കൂടുന്ന സമയമാണ്. അപ്പോൾ ലാസ്റ്റ് ആഴ്ചകളിലൊക്കെ ഒരു ഷുഗറി ആയിട്ടുള്ളത്, കാർബോഹൈഡ്രേറ്റ്സ് അധികമുള്ളതൊക്കെ കുറച്ച് ലിമിറ്റ് ചെയ്യാണ് ഏറ്റവും നല്ലത്. കാരണം കുട്ടി ഓവർ വെയിറ്റ് ആയി പോയാൽ ഡെലിവറിനെ ആ ഒരു സുഖത്തിനെ ബാധിക്കാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് തന്നെ. അപ്പോൾ നിങ്ങൾ ഇത്രയാണ് ഓരോ ട്രൈമസ്റ്ററിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യം. അപ്പോൾ ഈ ലാസ്റ്റ് ട്രൈമസ്റ്റർ പറയുന്ന സമയത്ത് തന്നെ അതിൻ്റെ കൂടെ പറയേണ്ട ഒരു കാര്യമാണ് ഈത്തപ്പഴത്തിൻ്റെ കാര്യം. ഈത്തപ്പഴം ഇത് പറഞ്ഞ പോലെ തന്നെ വളരെ കോൺട്രവേഴ്സി ഉള്ളൊരു സംഭവമാണ് അല്ലേ. ഈത്തപ്പഴം കഴിക്കരുത് എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ല നിങ്ങള്? അതെ. അതെ, ഈത്തപ്പഴം അതേപോലെ കഴിക്കരുത് എന്ന് പറയാറുണ്ട്. അപ്പൊ ഈത്തപ്പഴം തുടക്കത്തില് അതെ, ഈത്തപ്പഴം പൊതുവെ കഴിക്കരുത് എന്നാണ് ഇതിന്റെ ശരിയായ വശം എന്ന് പറഞ്ഞാൽ തുടക്കത്തിൽ കഴിക്കരുത് എന്നില്ല, നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കഴിക്കുക ചെയ്യാം, പക്ഷെ ലിമിറ്റ് ചെയ്ത് കഴിക്കാം. ഏത് ഭക്ഷണം കഴിക്കണ പോലെ തന്നെ ലിമിറ്റ് ചെയ്ത് നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ ആഴ്ചയിൽ 1-2 കഴിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അത് തേർഡ് ട്രൈമസ്റ്റർക്ക് വരുമ്പോൾ നിർബന്ധമായിട്ടും കഴിക്കുക. ഒരു 2 മുതൽ 4 ഈത്തപ്പഴം ദിവസേന എല്ലാ ദിവസവും കഴിക്കുക നല്ലതാണ്. നിങ്ങളുടെ പ്രസവത്തിനെ വളരെ എളുപ്പമാക്കുന്ന ഒന്നുകൂടെയാണ്. അത് കൂടാതെ തന്നെ നമുക്കറിയാം വളരെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ളതാണ്, ഫോളേറ്റുകൾ നിറഞ്ഞതാണ്, സിങ്ക് ഉണ്ട്, എല്ലാം അയേൺ ഉണ്ട്. ഇപ്പോൾ ഫോളേറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഫോളിക് ആസിഡ്സ് ആണ്, നമ്മൾ തുടക്കം മുതലേ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഫോളിക് ആസിഡ്സ് ആണ്. അപ്പോൾ അതൊന്നും ഇത്രയും ഈത്തപ്പഴം ഒന്നും നമ്മുടെ പ്രഗ്നൻസി സമയത്ത് മിസ് ചെയ്യാതിരിക്കാം. ഓക്കെ, അടുത്ത് നമ്മൾ പറയാനായിട്ട് പോകുന്നത് വൈറ്റമിൻസ് ആൻഡ് മിനറൽസ്. ഇപ്പം ഈ വൈറ്റമിൻസിന്റെ കാര്യം പറയുന്ന സമയത്ത് നമുക്കറിയാം കുറേ വൈറ്റമിൻ സപ്ലിമെന്റ്സ് നമ്മൾ എടുക്കാറുണ്ട് അല്ലേ. ഏതൊക്കെ വൈറ്റമിൻ സപ്ലിമെന്റ്സ് ആണ് നമുക്ക് ഡോക്ടർ എഴുതി തരാം? മിക്കവാറും ഡോക്ടർ അടുത്ത് പോകുന്നത് ഈ വൈറ്റമിൻ സപ്ലിമെന്റ്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലേ. ഏതൊക്കെ സപ്ലിമെന്റ്സ് ആണ് നമ്മൾ കഴിക്കാറ് പ്രഗ്നൻസി സമയത്ത്?
അയണിൻ്റെത് ഒമേഗ 3 ആ ഒമേഗ എടുക്കാം. ഒമേഗ പക്ഷെ കോമൺ അല്ല. സാധാരണയായിട്ട് ഫോളിക് എടുക്കും, അതുപോലെ അയൺ, കാൽഷ്യം ആണ് സാധാരണയായിട്ട് കൊടുക്കാറ്. ഇപ്പോൾ ഫോളിക് ആസിഡ് നമ്മൾ പ്രഗ്നന്റ് ആവണമെന്ന് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് മുതലേ നമുക്ക് ഫോളിക് ആസിഡ്സ് എടുത്തു തുടങ്ങാം. കാരണം നമ്മൾ ന്യൂറൽ ട്യൂബ് ഡിഫക്ട്സിനൊക്കെ ഒഴിവാക്കാനായിട്ടുള്ള ഒരു കഴിവ് ഈ ഫോളിക് ആസിഡ്സിനുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഈ ഫോളേറ്റ് ഈ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഈത്തപ്പഴത്തിലുണ്ട്, പാലില് ഫോളേറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇത്തരം സപ്ലിമെന്റ്സും കൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ കൂടെ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഈ പയറ് വർഗ്ഗങ്ങളിലൊക്കെ ഫോളേറ്റുകൾ ഉണ്ട്. ഇതുപോലെ തന്നെ ഉള്ളതാണ് ഒന്ന് അയൺ. അയൺ എന്ന് പറയുമ്പോൾ ഇതുപോലെ ഈത്തപ്പഴത്തിലുണ്ട്, ഇലക്കറികളിലുണ്ട്, അതുപോലെ റാഗിയിലൊക്കെ അയൺ ഉണ്ട്. പക്ഷെ ഈ അയൺ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ, പ്രത്യേകിച്ച് ഇലക്കറികളൊക്കെ നമ്മൾ കഴിക്കുന്ന സമയത്ത് എപ്പോഴും ഒരു പുളിയുള്ള മീഡിയം അതിൻ്റെ കൂടെ യൂസ് ചെയ്യാനായിട്ട് നോക്കുക. പ്രത്യേകിച്ച് മോര് അല്ലെങ്കിൽ എന്തെങ്കിലും സിട്രിക് ഫ്രൂട്ട്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുക. കാരണം ഇതിൻ്റെ ഒരു ആഗിരണം നമ്മളെ ശരീരത്തിലേക്ക് ഈ അയൺ കംപ്ലീറ്റ്ലി ആഗിരണം ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു സിട്രിക് മീഡിയം അല്ലെങ്കിൽ ഒരു പുളിയുള്ളൊരു മീഡിയം എപ്പോഴും ആവശ്യമാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇലക്കറികൾ കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ഗ്ലാസ് മോര് കുടിക്കാവുന്നതാണ്. മോര് നമുക്ക് എല്ലാ ദിവസവും കുടിക്കാം കേട്ടോ, വളരെ നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള സാധനമാണ്. ഇലക്കറികൾ കഴിക്കുമ്പോൾ പ്രത്യേകിച്ച് പുളിയുള്ള എന്തെങ്കിലും കഴിക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഇനിയിപ്പോൾ കാൽഷ്യം പറയുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു വൈറ്റമിൻസിന്റെ കൂട്ടത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ നമുക്ക് ആവശ്യമുള്ളതാണ് കാൽഷ്യം എല്ലാവർക്കും അറിയാം. ഏറ്റവും കൂടുതൽ ഉള്ളതാണ് നമുക്ക് മിൽക്ക് പ്രൊഡക്ട്സിലും വളരെയധികം കാൽഷ്യം ഉണ്ട്. അത് നമ്മൾ പ്രഗ്നൻസിയിൽ റെക്കമെൻഡ് ചെയ്യുന്ന ഒന്നും കൂടെയാണ്. ഇതാണ് നമ്മൾ നോർമലി നമ്മളെ സപ്ലിമെന്റ്സ് ആയി പറയുന്നത്. അപ്പോൾ ഇതല്ലാതെ ഏതൊക്കെയുണ്ട്, അയൺ ഉണ്ട്, സിങ്ക് ഉണ്ട്, B12 ഉണ്ട്, ഇങ്ങനെ കുറേ വൈറ്റമിൻ ഡി ഉണ്ട്, വൈറ്റമിൻ എ ഉണ്ട്. അപ്പോൾ വൈറ്റമിൻ എ ക്യാരറ്റിലുണ്ട്, ടൊമാറ്റോയിലുണ്ട്. അതുപോലെ B12 ആണെങ്കിൽ മീറ്റിൽ, പലതരം മീറ്റുകളിലുണ്ട്. അതുപോലെ സിങ്ക് ആണെങ്കിൽ നട്ട്സിലുണ്ട്, ബീഫിലുണ്ട്. പിന്നെ അതുപോലെ ഇതിൽ പുറമേ ഉള്ള 2 കാര്യങ്ങളാണ് കോളിൻ കൂടുതൽ മുട്ടയിലാണുള്ളത്. മുട്ടയുടെ മഞ്ഞയിൽ കോളിൻ നല്ലോണം ഉണ്ട്. അപ്പോൾ ഒരു 2 മുട്ടയെങ്കിലും സ്ഥിരമായിട്ട് നിങ്ങൾ കഴിക്കാൻ നോക്കുക. പറ്റിയില്ലെങ്കിൽ 1 മുട്ടയെങ്കിലും കഴിക്കാനായിട്ട് നോക്കാം. കാരണം കുട്ടിയുടെ ബ്രെയിൻ ഫങ്ഷനെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് കോഴിമുട്ട. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാം പറഞ്ഞൊരു കാര്യമാണ് ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് വളരെയധികം ഉള്ളതാണ് മീനിൽ. അപ്പം നമ്മുടെ ഇന്ത്യൻ ഡിഷസിൻ്റെ ഒരു അപാകതയാണ്, മീനിൻ്റെ ഡിഷസ് വളരെ കുറവാണ്, മീൻ അധികം ഇൻക്ലൂഡ് ചെയ്യാറില്ല. അപ്പം അതാണ് നമ്മുടെ ഒരു ഇന്ത്യൻ ക്യുസീൻ്റെ തന്നെ ഒരു പ്രശ്നമുള്ളത്. കാരണം മീൻ വളരെ ന്യൂട്രീഷ്യസ് ആണ്. ഒരു പ്രഗ്നന്റ് ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ലാത്തതാണ് മീൻ എന്ന് പറയുന്നത്, ഫിഷസ്. അപ്പോൾ അതിൽ ധാരാളം ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് ഉണ്ട്. അതും കുട്ടിയുടെ ന്യൂറൽ ഡെവലപ്മെന്റിനും ബ്രെയിൻ ഡെവലപ്മെന്റിനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ ഇത്രയാണ്. അപ്പോൾ നമ്മൾ വൈറ്റമിൻസ്, മിനറൽസ് എന്ന് പറയുമ്പോൾ നമ്മൾ കഴിക്കുന്ന സപ്ലിമെന്റ്സ് മാത്രമല്ല, ഇത്രയും കൂടി ഉണ്ട്. അതുപോലെ നിങ്ങൾക്ക് അപ്പോൾ മുന്നത്തെ ഡെലിവറിയിൽ എന്തെങ്കിലും പ്രീ ടേം ഡെലിവറി, നേരത്തെ പ്രസവിച്ചവരൊക്കെ ആണെങ്കിൽ രണ്ടാമത്തെ പ്രഗ്നൻസി സമയത്ത് കാൽഷ്യം അധികം കഴിക്കേണ്ടി വരും. അതായത് സാധാരണ ഒരു പ്രഗ്നന്റ് ഒരു ടാബ്ലറ്റ് ആണ് സാധാരണയായിട്ട് കഴിക്കുക. പക്ഷെ ഒരു പ്രീ ടേം ആദ്യത്തെ പ്രസവം പ്രീ ടേം ആയിട്ട് കഴിഞ്ഞ ഒരു പ്രഗ്നന്റ് ആണെങ്കിൽ അവർ അതിൻ്റെ ഇരട്ടി 2 ടാബ്ലറ്റ് എടുക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മാക്സിമം ഇലക്കറികളായിട്ടും അല്ലെങ്കിൽ പാലായിട്ടൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കഴിക്കാവുന്നതാണ്. ഇതല്ലാതെ ഇനി അടുത്തത് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം, പോഷകങ്ങൾ. നമ്മളെ മെയിൻ ആളായിട്ടുള്ള പോഷകാഹാരത്തിൻ്റെ പോഷകങ്ങൾ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഈ പോഷകങ്ങൾ എന്തൊക്കെയാണ്? പോഷകങ്ങൾ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയണ്ടാവും. ഇപ്പോൾ ഡയറ്റിൻ്റെ കാലമാണ്, എല്ലാ ആൾക്കാരും ഡയറ്റിൻ്റെ പിന്നാലെയാണ്, തടി കുറക്കാനുള്ള ഒരു നെട്ടോട്ടത്തിലാണ്. യൂട്യൂബ് തുറന്നാലും ഡയറ്റും കാര്യങ്ങളും തന്നെയാണ്. അപ്പോൾ പോഷകങ്ങൾ എല്ലാവർക്കും അറിയുന്നുണ്ടാവും. കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, പ്രോട്ടീൻ, ഹെൽത്തി ഫാറ്റ്സ്, ഇതൊക്കെ തന്നെയാണ്. ഡൗട്ട് ലാസ്റ്റ് പറയാം അല്ലേ, ഡൗട്ട് ക്ലിയറിങ്. ഓക്കെ, അപ്പോൾ ഇത്രയും 4 കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് നമ്മൾ കഴിക്കേണ്ടത്. അതായത് പോഷകാഹാരം എന്ന് പറയുന്നത് മെയിനായിട്ട് ഈ 4 കാര്യങ്ങളാണ്.
പക്ഷെ നിങ്ങളെല്ലാവരും ഒന്ന് ഇന്ന് ഇപ്പൊ 2 മണി കഴിഞ്ഞു, അത് നമ്മളെല്ലാവരും ലഞ്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ഇന്ന് കഴിച്ച നിങ്ങളെ ആ പോഷകാഹാരത്തിന്റെ ആ ഒരു പ്ലേറ്റ് ഒന്നും മനസ്സിൽ കണ്ടേ. കുറേ ചോറും കുറച്ച് കൂട്ടാനും, ആ ചോറ് തിന്നാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള കൂട്ടാനും. അതാണ് നമ്മളെ പ്ലേറ്റ് അങ്ങനെയാണ്. കാരണം നമ്മള് കേരളക്കാരാണ്, നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമോ? കാരണം നമ്മളെ പിതാമഹന്മാർ അങ്ങനെയാണ് കഴിച്ചത്, അതുകൊണ്ട് നമ്മൾ അങ്ങനെയാണ് കഴിക്കുന്നത്. പക്ഷെ അവര് നല്ലോണം ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്ത ആൾക്കാരായിരുന്നു. പക്ഷേ നമ്മൾ ആ ഫിസിക്കൽ ആക്ടിവിറ്റി ഒന്നും ചെയ്യുന്നില്ല, കൂടുതൽ മെഷീനറീസ് യൂസ് ചെയ്തിട്ടാണ് നമ്മളെ കുറെ കാര്യങ്ങൾ, വാഷിംഗ് മെഷീൻ ആയിക്കോട്ടെ, പണ്ടത്തെ പോലെ നമ്മൾ അത്രയും പണിയെടുക്കുന്നില്ല. അന്ന് പാടത്തും ഒക്കെ ഭയങ്കര എല്ലുമുറിയെ പണിയെടുത്ത ആൾക്കാരായിരുന്നു. അപ്പൊ അവർക്ക് ഇതുപോലെയുള്ള ചോറ് കഴിച്ചാലും കുഴപ്പമില്ല. പക്ഷെ നമ്മൾ സെഡൻഡറി ആയിട്ട് ഇരുന്ന് ജോബ് ചെയ്യുന്ന ആൾക്കാരൊക്കെയാണ്. അപ്പൊ നമുക്ക് അത്ര എനർജീന്റെ ആവശ്യമില്ല. ഇപ്പൊ ഇതൊരു പ്രഗ്നന്റിന്റെ കാര്യമല്ല, എല്ലാ ആൾക്കാരുടെ കാര്യം കൂടെയാണ്. കാരണം എല്ലാ ആൾക്കാരും നമ്മൾ അധികമായിട്ട് ചോറ് കൂടുതൽ കഴിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ എന്ത് ചെയ്യണം, നമുക്ക് അത് മാക്സിമം ഒഴിവാക്കി ഒരു ബാലൻസ്ഡ് ഡയറ്റിലേക്ക് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. ഈ ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ പ്ലേറ്റിൽ എന്ത് ചെയ്യണം, ചോറ് മാത്രം പോരാ. ഈ ചോറ് പറയണത് എന്താണ്, കാർബോഹൈഡ്രേറ്റ് ആണ്. അത് മാത്രം പോരാ, എല്ലാം വേണം. കാർബോഹൈഡ്രേറ്റ് വേണം, പ്രോട്ടീൻ വേണം, ഈ വൈറ്റമിൻസും മിനറൽസും വേണം, ഫാറ്റ്സും വേണം. എല്ലാം അടങ്ങിയിട്ടുള്ള വെൽ ബാലൻസ്ഡ് ആയിട്ടുള്ള പ്ലേറ്റ് ആണ് നമ്മൾ ഓരോ സമയവും കഴിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം ഓരോ പോഷകങ്ങൾ ഏതൊക്കെ ഭക്ഷണങ്ങളിലാണ് ഉള്ളത്. അതിനനുസരിച്ച് പിന്നെ നമുക്ക് നിങ്ങളുടെ പ്ലേറ്റ് നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് പറയുന്നതാണ് കാർബോഹൈഡ്രേറ്റ്സ്, അതായത് ചോറ്. അതായത് ചോറല്ല, നമ്മൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് ചോറാണ്. അപ്പോൾ ചോറ് ഹെൽത്തി ആണോ അതോ അൺഹെൽത്തി ആണോ? അത് ഒരു ഡിസ്കഷൻ പോയിന്റ് ആണ്. പല ആൾക്കാരും ചോറ് ഹെൽത്തി ആണോ അൺഹെൽത്തി ആണോ എന്നുള്ളത്. കൂടുതലായാലും പ്രോബ്ലം അല്ലേ? അതെ, കൂടുതലായാൽ എല്ലാം, അമിതമായാൽ അമൃതും വിഷാണല്ലോ. ചോറിൽ വരുമ്പോ സ്പെസിഫൈ ചെയ്തിട്ട് എന്തെങ്കിലും ഉണ്ടാവും. ചോറിൽ വരുമ്പോ ആളുകള് പഴങ്കഞ്ഞിയായിട്ട് കുടിക്കുമ്പോ അതിൽ കുറെ കൂടി എന്തൊക്കെ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഇപ്പൊ സിനിമാ നടന്മാരൊക്കെ ഇപ്പൊ കാണിക്കുന്നുണ്ടല്ലോ, അവരിങ്ങനെ പഴങ്കഞ്ഞിയിൽ ഈ തൈര് അതൊക്കെ ഇട്ട് കഴിക്കും. ഇപ്പൊ അതൊരു ട്രെൻഡായി. പണ്ട് ആൾക്കാര് പട്ടിണി കൊണ്ട് ചട്ടിയിലിട്ട് വിരവി കഴിച്ചു, ഇപ്പൊ അത് ട്രെൻഡായി. അതെ. അപ്പോ ഈ ചോറ് എന്ന് പറയുന്നത് ഹെൽത്തിയാണ്. കേരളീയരായ നമുക്ക് ഒരിക്കലും ചോറ് ഒഴിവാക്കാൻ കഴിയില്ല. കാരണം ഒരിക്കലും നമ്മൾ ഏത് ഡയറ്റ് എടുത്താലും ഒരിക്കലും ചോറ് ഒഴിവാക്കാനും പാടില്ല. കാരണം അത് ഹെൽത്തി അല്ല, നമുക്ക് ഒരിക്കലും ഭയങ്കര ക്ഷീണം ഉണ്ടാക്കും, വേറെ പ്രശ്നങ്ങൾ, ചില ആൾക്കാർക്ക് മുടി കൊഴിച്ചിലുണ്ടാവും, പല പ്രശ്നങ്ങളും ഉണ്ടാവും. അപ്പോൾ ഒരിക്കലും നമ്മൾ ചോറ് കംപ്ലീറ്റ്ലി ഒഴിവാക്കാൻ പാടില്ല. പക്ഷെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. പോളിഷ്ഡ് റൈസ് ആയിട്ടുള്ള വൈറ്റ് റൈസ് ഉണ്ടല്ലോ, വൈറ്റ് റൈസ് മാക്സിമം ഒഴിവാക്കാനായിട്ട് നോക്കാം. തവിടോട് കൂടിയിട്ടുള്ള അരി കഴിക്കാൻ നോക്കാം. അതായത് തവിട് കൂടിയ അരി എന്ന് പറയുമ്പോൾ മട്ട, അതുപോലെ ബ്ലാക്ക് റൈസ്, ബ്രൗൺ റൈസ് ഒക്കെ വാങ്ങാൻ കിട്ടും, യൂസ് ചെയ്യാൻ നോക്കാം. അത് യൂസ് ചെയ്തിരുന്നു കുറച്ചും കൂടെ പരിഷ്കാരികളായപ്പോൾ നമ്മൾ പോളിഷ്ഡ് റൈസ് യൂസ് ചെയ്യാൻ തുടങ്ങി. പക്ഷെ അതാണ് അൺഹെൽത്തി ആയിട്ടുള്ളത്. ഇപ്പൊ ഇത് കൂടാതെ തന്നെ ഇപ്പൊ ഗോതമ്പായാലും ബാക്കി മില്ലറ്റ്സ് ആയാലും ഒക്കെ എന്താ തവിടോട് കൂടിയിട്ട് കഴിക്കാനായിട്ട് നോക്കുക. അതിന്റെ ഹോൾ ഇപ്പോൾ ഗോതമ്പാണെങ്കിലൊക്കെ ആ ഗോതമ്പിന്റെ ആ ഒരു തൊലി ഉണ്ടാവുമല്ലോ, തവിടോട് കൂടിയിട്ട് ഗോതമ്പ് കഴിക്കാനായിട്ട് നോക്കുക. പിന്നെ ഇപ്പൊ ഈ മില്ലറ്റ്സിന്റെ കാര്യം പറയുമ്പോൾ റാഗി നമ്മൾ കുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ച് കൊടുക്കുന്നത് എങ്ങനെയാണ്, മിക്കവാറും ആൾക്കാരും അത് അരച്ച് അതിന്റെ പാല് വൈറ്റ് കളർ എടുത്തിട്ട് ആ ബ്രൗൺ കളർ ഒഴിവാക്കിയിട്ടാണ് നമ്മൾ കൊടുക്കുക. പക്ഷെ അത് അവിടെ എന്താണ്, നമ്മൾ ഒഴിവാക്കുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ, അത് വളരെ നല്ല ഫൈബേഴ്സ് അടങ്ങിയിട്ട് ന്യൂട്രീഷൻ ഉള്ള ഒരു ഭാഗമാണ് നമ്മൾ ഒഴിവാക്കി കളയുന്നത്. അപ്പൊ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. കാരണം അങ്ങനെ ഒഴിവാക്കി കളയാതെ ഈ റാഗിയൊക്കെ കഴിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, അത് വൃത്തിയാക്കി ഉണക്കി പൊടിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അത് പുട്ടോ ദോശയോ അല്ലെങ്കിൽ കുറുക്കോ ഉണ്ടാക്കിയിട്ട് കഴിക്കാവുന്നതാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങളെ ശ്രദ്ധിക്കേണ്ടതുള്ളൂ. അറ്റ് സെയിം ടൈം നമ്മളുടെ ക്വാണ്ടിറ്റി വളരെ പ്രധാനമാണ്. അതായത് നിങ്ങൾ ക്വാണ്ടിറ്റി എത്ര വേണം എന്നുള്ളതിന്റെ ഒരു സിമ്പിൾ ഒരു ഐഡിയ ആണ്. നമ്മളെ പ്ലേറ്റ് ആലോചിക്കുക, നമ്മളെ പ്ലേറ്റിന്റെ ഒരു പ്ലസ് ഇടാം. പ്ലസ് ഇടുമ്പോൾ 4 ഭാഗങ്ങൾ കിട്ടുമല്ലോ. ഈ 4 ഭാഗങ്ങളിലാണ് ഓരോ ഫുഡും വെക്കേണ്ടത്. അതായത് 1/4 ഈ പ്ലേറ്റിലെ ഒരു പ്ലസ് ഇടുമ്പോൾ
കിട്ടുന്ന ആദ്യത്തെ 1/4 ഉണ്ടല്ലോ, ആ കാൽഭാഗത്താണ് നമ്മുടെ കാർബോഹൈഡ്രേറ്റ്സ് വെക്കേണ്ടത്. അതായത് ചോറാണെങ്കിൽ ചോറ്, ഗോതമ്പാണെങ്കിൽ അങ്ങനെ, മില്ലറ്റ്സുകൾ ഇങ്ങനെ റാഗി അങ്ങനത്തെ സംഭവങ്ങളുണ്ടല്ലോ, ഇതാണെങ്കിൽ ചാമ പോലെയുള്ള, ഇതാണെങ്കിൽ അങ്ങനെ. അത് എപ്പോഴും ഈ ഒരു പ്ലേറ്റിന്റെ കാൽഭാഗം മാത്രമേ വരാൻ പാടുള്ളൂ. അപ്പോൾ അടുത്ത അപ്പോൾ 1/4 നമ്മൾ ഫില്ല് ചെയ്തു, നമ്മളെ പ്ലേറ്റിന്റെ 1/4 നമ്മൾ ഫില്ല് ചെയ്തു, ഒരു കാർബോഹൈഡ്രേറ്റ്സ് വെച്ചിട്ട് ഫില്ല് ചെയ്തു. ഇനി അടുത്ത 1/4 വരുമ്പോൾ എന്താണ്, വൈറ്റമിൻസും മിനറൽസും ആണ് നമ്മൾ ഫില്ല് ചെയ്യാനായി പോകുന്നത്. ഒന്നുകിൽ ഫ്രൂട്ട്സ് അല്ലെങ്കിൽ വെജിറ്റബിൾസ്. അപ്പോൾ 2 ഭാഗങ്ങളിൽ നമ്മൾ വൈറ്റമിൻസും മിനറൽസും വെച്ചിട്ടാണ് ഫില്ല് ചെയ്യുന്നത്. ഒരു ഭാഗം ഫ്രൂട്ട്സ്, ഒരു ഭാഗം വെജിറ്റബിൾസ്. അപ്പൊ ഈ ഫ്രൂട്ട്സും വെജിറ്റബിൾസും പറയുന്ന സമയത്ത് നമ്മൾ എപ്പോഴും എന്താണ്, സീസണൽ ആയിട്ടുള്ള, നമ്മളെ നാട്ടിൽ സീസണൽ ആയിട്ട് ഓരോ സീസണിനനുസരിച്ച് കിട്ടുന്ന, ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള നമ്മളെ നാട്ടിൽ കിട്ടുന്ന ഫ്രൂട്ട്സും വെജിറ്റബിൾസും സെലക്ട് ചെയ്യാനായിട്ട് നോക്കാം. ഒരിക്കലും ഈ ബ്ലൂബെറി, ബ്ലാക്ക്ബെറി, സ്ട്രോബെറി ഇതിൻ്റെ കൂടെ ഒന്നും ബാക്കിലൊന്നും ഓടാൻ നിൽക്കാത്തതാണ് ഏറ്റവും നല്ലത്. കാരണം അത് നമ്മുടെ നാട്ടിൽ ഉണ്ടാവുന്നതല്ല. സോ നമ്മളെ ശരീരത്തിന് അതിൻ്റെ ആവശ്യമില്ല. അത് ആൻറ്റി ഓക്സിഡൻസ് ആണ്, ആൻറ്റി ഏജിങ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഇപ്പോൾ അതിനെങ്ങനെ മാർക്കറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്ന ഒരു കാലമാണ്. സോ നമ്മളുടെ ഒരു ശരീരപ്രകൃതി, നമ്മുടെ ഒരു ഒരു ജീവിത ശൈലിക്കൊന്നും ആ ബെറീസിന്റെ ആവശ്യമൊന്നുമില്ല. പകരം നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് യൂസ് ചെയ്യാനായിട്ട് നോക്കാം. അതായത് ബനാന, അതുപോലെ മാങ്ങ, ചക്കൊക്കെ ഗ്യാസാന്ന് പറഞ്ഞിട്ട് പ്രഗ്നൻസിനെ തിന്നാൻ തന്നെ സമ്മതിക്കാറില്ല പല ആൾക്കാരും. പക്ഷെ അതൊക്കെ, ചക്കയൊക്കെ കഴിക്കാം, നമ്മളെ നാട്ടിലെ ഭക്ഷണമാണ്, അതൊക്കെ കഴിക്കാൻ നോക്കാം. അടുത്താണ് പൈനാപ്പിളും പപ്പായും. എപ്പോഴും കോൺട്രവേഴ്സി ആയിട്ട് ഒരു പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന 2 ആൾക്കാരാണ് ഈ പപ്പായും പൈനാപ്പിളും. ശരിക്കും പറയുകയാണെങ്കിൽ ഈ പപ്പായന്റെ കാര്യം എന്ന് പറഞ്ഞാൽ, അത് ഈ പപ്പായയില്, ഈ പച്ച പപ്പായയുടെ കറയിൽ പപ്പീൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആൽക്കലോയിഡ് ഉണ്ട്. ഈ ആൽക്കലോയിഡിനാണ് കുറച്ചൊരു അബോഷൻ ഉണ്ടാക്കാൻ ചാൻസ് ഉള്ള ഒരു ചെറുതായിട്ടൊരു ക്യാരക്ടർ ഉള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് പച്ച പപ്പായയിലേ ഉള്ളൂ, പഴുത്ത പപ്പായയിൽ അതില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, പച്ച പപ്പായ യൂസ് ചെയ്യണ്ട, പക്ഷെ പഴുത്ത പപ്പായ ഈ ഒരു കാരണം കൊണ്ട് നിങ്ങൾ ഒരിക്കലും ഒഴിവാക്കേണ്ട കാര്യമില്ല. കാരണം അത്രയും ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒന്നാണ് പഴുത്ത പപ്പായ. അതുപോലെ തന്നെ നമ്മളെ ഈ ഒരു സമയത്ത് ഉണ്ടാവുന്ന മലബന്ധങ്ങളൊക്കെ ഒരു പരിധിവരെ ഒഴിവാക്കാനൊക്കെ എന്ത് ചെയ്യാം, ഈ പപ്പായ കഴിക്കുന്നതിലൂടെ പറ്റും. അതുപോലെ നമ്മുടെ വീട്ടിലുണ്ടാവുന്ന പൈനാപ്പിൾ കഴിക്കുന്നത് കൊണ്ട് ഒരു പ്രശ്നവുമില്ല. അത് എല്ലാ കാര്യങ്ങളും നമ്മൾ ലിമിറ്റ് ചെയ്താണ് യൂസ് ചെയ്യേണ്ടത്. അതുപോലെ ഇതും ലിമിറ്റ് ചെയ്ത് യൂസ് ചെയ്യാം, ഒരു പ്രശ്നമില്ല. നമ്മൾ ധൈര്യത്തോടെ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ എൻ്റെ ഒരു സാറിൻ്റെ ഒരു കൊളീഗ്, അവർ PG ചെയ്യുന്ന സമയത്ത് അവർ പ്രഗ്നൻ്റ് ആയിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ തുടക്കം മുതലേ അവർ ഒരു കുപ്പി പൈനാപ്പിൾ ജ്യൂസുമായിട്ടാണ് വരിക എന്ന് പറഞ്ഞാൽ, എല്ലാ ദിവസവും പൈനാപ്പിൾ ജ്യൂസ് കുടിക്കും. അപ്പോൾ എല്ലാ ആൾക്കാരും ചോദിക്കും, ഈ പൈനാപ്പിൾ ജ്യൂസ് ഇങ്ങനെ കുടിക്കാൻ പാടുണ്ടോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ അവർ പറഞ്ഞു, എനിക്കിഷ്ടമാണ് പൈനാപ്പിൾ ജ്യൂസ്, അതുകൊണ്ട് ഞാൻ കുടിക്കും അങ്ങനെ പറഞ്ഞു. പക്ഷെ അവർക്ക് ഒരു കുഴപ്പം പറ്റില്ല. അപ്പോൾ അതിനൊന്നും ഇതൊക്കെ ആൾക്കാരായിട്ട് ഇങ്ങനെ പറഞ്ഞ് ഉണ്ടാക്കിയത് എന്തോ അങ്ങനെ ഒരു വിശ്വാസമാണ്. ഇനിയെങ്കിലും നമ്മൾ എന്ത് ചെയ്യാം, ഇത് എത്ര ആൾക്കാരാണ് ഈ ഒരു ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് അറിയാം. എത്ര ആൾക്കാർ, നമ്മളിപ്പോൾ എന്തെങ്കിലും ഇതിനെ പറ്റി ഒരു ഡിസ്കഷൻ കഴിഞ്ഞാലും അവർക്കൊരു പിന്നെയും പേടിയാണ്, ഇത് കഴിക്കാൻ പാടുണ്ടോ, കഴിക്കാൻ പാടും. പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയൊരു എന്തെങ്കിലും ഒരു ഓക്കാൻ എന്തെങ്കിലും വന്നാൽ, ഞാൻ ഒന്ന് പൈനാപ്പിൾ ജ്യൂസ് കുടിച്ചിട്ടുണ്ടായിരുന്നു, ഇനിയിപ്പോൾ അതുകൊണ്ടാവോ, അങ്ങനത്തെ ഒരു പേടിയാണ്. അപ്പോൾ നമ്മൾ ഏത് കാര്യത്തിനായാലും, ഇപ്പോൾ ഒരു ഫുഡിൻ്റെ കാര്യം എന്നല്ല, ഏത് കാര്യത്തിനായാലും നമ്മളെ മൈൻഡ് സെറ്റാണ് നമ്മളെപ്പോഴും സ്ട്രോങ് ആക്കി വെക്കേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ ഒരു കാര്യത്തെ നോക്കിക്കാണുന്നൊരു രീതി ഉണ്ടല്ലോ, അതാണ് എപ്പോഴും നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. നമ്മൾ ധൈര്യത്തോടെ എന്ത് കാര്യം ചെയ്താലും അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നില്ല. പ്ലസ് നമ്മൾ ഏത് കാര്യം അറിയണമെങ്കിലും അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക, എന്നിട്ട് നമ്മൾ ധൈര്യത്തോടെ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇനിയിപ്പോൾ വെജിറ്റബിൾസിൻ്റെ കാര്യമായാലും നമ്മൾ ഇതുപോലെ തന്നെ എന്ത് ചെയ്യാം, സീസണലി അല്ലെങ്കിൽ ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള വെജിറ്റബിൾസ് എന്ത് ചെയ്യാം, നിങ്ങൾ ചോദിക്കുക. ഡൗട്ട് ചോദിച്ചോളൂ. ഡൗട്ട് 2-3 പേര് എഴുതി അയച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന്, കുഞ്ഞിന് മഞ്ഞ വന്നാൽ എങ്ങനെ ഇല്ലാതെയാക്കാം, അതിന് കഴിക്കേണ്ട ഭക്ഷണം, സൂര്യപ്രകാശം കൊണ്ടിട്ടും വരുന്നുണ്ടെങ്കിലോ, അങ്ങനത്തെ ക്വസ്റ്റ്യൻ.
മാക്സിമം പാല് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് അതിനുള്ള ഓപ്ഷൻ. നമ്മൾ മാക്സിമം പാല് കൊടുക്കുക, പാല് അമ്മ നന്നായിട്ട് വെള്ളം കുടിക്കുക, നല്ലോണം കുട്ടിക്ക് ബ്രസ്റ്റ് ഫീഡ് ചെയ്യുക. പിന്നെ ആ ഒരു മഞ്ഞ വന്നത് കുട്ടിയുടെ മൂത്രത്തിലൂടെയും കുട്ടിയുടെ ബവൽസിലൂടെ ഒക്കെ പുറത്തു പോയാലേ അത് കംപ്ലീറ്റ് ആയി നോർമലായി പോവുള്ളൂ. പ്ലസ് അതിൻ്റെ കൂടെ നമ്മൾ വെയിൽ കൊള്ളിക്കും കൂടെ ചെയ്യാം. അത്രേ ആവശ്യമുള്ളൂ, ശരിയായിക്കോളും. മിക്കവാറും കുട്ടികൾക്കൊക്കെ ചില കുട്ടികൾക്കൊക്കെ ഉണ്ടാവാറുണ്ട്. പിന്നെ നമ്മളെപ്പോഴും കൂടുതലാണ് നന്നായിട്ട് കാണുന്നുണ്ടെങ്കിൽ എപ്പോഴും ഡോക്ടറെ അടുത്ത് പോയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം. വീട്ടിലിരിക്കാതെ തന്നെ ഇരിക്കാതെ കുഴപ്പമില്ല ശരിയായിക്കോളും എന്നുള്ള രീതിയിൽ വെയിറ്റ് ചെയ്യാതെ ഡോക്ടറെ കാണിക്കും കൂടെ ചെയ്യേണ്ട കൂടെ. പ്ലസ് ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്, മാക്സിമം പാല് കൊടുക്കുക എന്നുള്ളതാണ്. അമ്മ നന്നായിട്ട് വെള്ളം കുടിക്കുക, കുട്ടിക്ക് നന്നായിട്ട് പാല് കൊടുക്കുക. പ്രഗ്നൻസിയിൽ എന്ത് കഴിക്കണമെന്നാണോ ഉദ്ദേശിച്ചതെന്ന് അറിയില്ല. ജനിക്കുമ്പോ കുട്ടിക്ക് മഞ്ഞ വരാതിരിക്കാൻ എന്നാണോ എന്നറിയില്ല. അത് നമ്മൾ പ്രഗ്നൻസിയിലത്തെ എന്തോ ചെയ്തുകൊണ്ടൊന്നും അല്ല നമ്മളെ ഈ ഡെലിവറിക്ക് ശേഷം മഞ്ഞ വരുന്നത്. അതുമായിട്ട് ഒരു കണക്ഷനും ഇല്ല. പിന്നെ ബാക്ക് പെയിൻ, സൈഡ് പെയിൻ വരാനുള്ള കാരണം എന്തിന്റെ കുറവ് മൂലമാണ്? അത് പ്രഗ്നൻസി പീരീഡിലാണോ അതോ അതിന് ശേഷമാണോ എന്നറിയില്ല. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ട്. ബാക്ക് പെയിൻ എന്ന് പറയും, ബാക്ക് പെയിൻ അതിനിപ്പോ പ്രഗ്നൻസി സമയത്തായാലും പ്രസവത്തിന് ശേഷമായാലും ഈ ബാക്ക് പെയിന്റെ പ്രശ്നം പറഞ്ഞാൽ നമ്മളെ പോസ്ചറിന്റെ പ്രശ്നമാണ്. നമ്മൾ ഇരിക്കുന്ന രീതി, നിൽക്കുന്ന രീതി, ഇതൊക്കെയാണ് ഈ ബാക്ക് പെയിൻ വരാനുള്ള പ്രധാനപ്പെട്ട കാരണം. നമ്മൾ ഈ പ്രഗ്നന്റ് ആവുന്ന സമയത്ത് മിക്കവാറും വയറൊക്കെ വന്നാൽ പിന്നെ നമ്മൾ ഇങ്ങനെ നടക്കും. ഈ വയറും കൂടെ നമ്മൾ താങ്ങണം എന്നുള്ള രീതിയിലാണ് നമ്മൾ നടക്കുക. അത് വേണ്ടിയിട്ടല്ല, പക്ഷെ അതൊരു രസമല്ലേ, ഇങ്ങനെ നടക്കുന്ന ഒരു രസമല്ലേ എന്നുള്ള രീതിയിലാണ് അങ്ങനെയാണ് നടക്കുന്നത്. ശരിക്കും അതിന്റെ ആവശ്യമൊന്നുമില്ല, വളരെ സിമ്പിളായിട്ട് നടക്കാവുന്നുള്ളൂ. ഇപ്പൊ രണ്ടാമത്തെ പ്രഗ്നൻസിയിലൊക്കെ ആണെങ്കിൽ നമുക്ക് കുറെ കഴിയുമ്പോഴാണ് നമുക്ക് ഈ പ്രഗ്നന്റ് ആണെന്ന് തന്നെ അറിയുള്ളൂ. കാരണം മൂത്ത കുട്ടിന്റെ പിന്നാലെ ഓടായിരിക്കും. അപ്പൊ നമുക്ക് ഈ ഒരു ഷോ ഒന്നും ഉണ്ടാവില്ല, അപ്പൊ വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഈ കറക്റ്റായിട്ട് നമ്മൾ പോസ്റ്റർ കറക്റ്റ് ചെയ്യുക, അതുപോലെ കിടക്കുന്ന രീതി. നമ്മളിപ്പോൾ അല്ലാത്ത സമയത്ത് നമ്മളെങ്ങനെയായിരിക്കും, ഫോണും പിടിച്ചിട്ട് തലേൻ്റെ അവിടെ ഒരു പില്ലോ ഇവിടെ മടക്കി വെക്കും കഴുത്തിൻ്റെ ബാക്കിൽ, അല്ലെങ്കിൽ കട്ടിലിൻ്റെ ഒരു സൈഡിലൊക്കെ തല വെക്കും. ഇങ്ങനെയൊക്കെ ആയിരിക്കും കിടക്കുന്നുണ്ടാവുക. പിന്നെ പ്രഗ്നന്റ് ആയപ്പോഴും നമ്മൾ ഈ ഫോൺ നോക്കുമ്പോൾ ഈ കാര്യമൊന്നും ഓർമ്മ ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ കിടക്കും. അപ്പൊ ഇതും എന്ത് ചെയ്യാണ്ട് ഈ ഒരു കിടക്കുന്ന പോസ്റ്ററും എപ്പോഴും തലവേദന, കഴുത്ത് വേദന, പുറം വേദന ഒക്കെ വരാനുള്ളൊരു ചാൻസ് ഉണ്ട്. ഇനിയിപ്പോ പ്രസവത്തിന് ശേഷമാണെങ്കിൽ നമ്മൾ കുട്ടിയെ പിടിക്കുന്ന രീതി ഉണ്ടല്ലോ, കുട്ടിക്ക് പാല് കൊടുക്കുന്ന രീതി, അപ്പൊ ഇതൊരു പ്രശ്നമാണ്. അപ്പൊ ഈ കുട്ടിക്ക് നമ്മൾ സ്വാഭാവികമായിട്ട് പാല് കൊടുക്കേണ്ടത് കുട്ടി നമ്മളെ അടുത്തേക്കാണ് വരുന്നത്. ഇത് നമ്മൾ കുട്ടിന്റെ അടുത്തേക്കാണ് പോവാ. കുട്ടീനെ ഇവിടെ പിടിച്ചിട്ട് എല്ലാം കൂടെ ഇങ്ങനെയാണ് കൊടുക്കുക. അല്ലെങ്കിൽ കുട്ടീനെ ഇനിയിപ്പോ എടുത്ത് നടക്കുകയാണെങ്കിൽ നമ്മൾ കുട്ടീനെ നമ്മളടുത്ത് നമ്മൾ ഇങ്ങനെയാണ് കിടക്കുക, എന്നിട്ടായിരിക്കും നടക്കണ്ടാവുക. കുട്ടീനെ നമ്മളടുത്ത് വെച്ചിട്ട്. അപ്പൊ എപ്പോഴും കുട്ടീന്റെ അടുത്തേക്ക് നമ്മൾ പോവല്ല വേണ്ട, പകരം കുട്ടീനെ നമ്മളടുത്തേക്കാണ് കൊണ്ടുവരേണ്ടത്. അപ്പൊ നല്ല കംഫർട്ടബിൾ ആയിട്ട് കിടക്കുക, മീൻസ് ഇന്ന് ചാരി ഇരുന്നിട്ട് കുട്ടിയെ നമ്മൾ അടുത്ത് വെച്ചിട്ട് വേണം പാല് കൊടുക്കാൻ. അപ്പൊ ആ പാല് കൊടുക്കുന്ന പോസ്ചറൊക്കെ ഒന്ന് ശരിയാക്കിയാൽ തന്നെ കുറെ വേദന ഒക്കെ പോകും. പിന്നെ ഒരു നല്ലൊരു റിലാക്സിങ് മസാജ് ഒക്കെ കൊടുത്താൽ തന്നെ പോകും. പക്ഷെ നമ്മൾ നമ്മളെ പോസ്ചർ ശ്രദ്ധിക്കണം. ഇനിയിപ്പോൾ എത്ര റിലാക്സേഷൻ മസാജിൽ കൂടെ കൊടുത്താലും ഈ പോസ്ചർ നമ്മൾ എന്നും കണ്ടിന്യൂ ചെയ്യാണ്. നമ്മൾ ഇങ്ങനെയൊക്കെ നിന്നിട്ട് നമുക്ക് പാല് കൊടുക്കുകയാണെങ്കിൽ എപ്പോഴും ആ ഒരു പുറം വേദന ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ പാല് കൊടുക്കുമ്പോൾ നമ്മളെ ബാക്കിന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പില്ലോ ഒക്കെ വെക്കാം, അതൊക്കെ നല്ലതാണ്. ഓക്കെ മാം, താങ്ക് യു. ഇനി ആർക്കെങ്കിലും ഒക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇതുമായിട്ട് ഒരുപാട് ഡൗട്ട് ഉണ്ട് എന്ന് തോന്നുന്നു. റെഡ്മി എന്ന് പറഞ്ഞിട്ട് ഒരു പേരിൽ ആരോ ഡൗട്ട് ഉണ്ട്. ഉണ്ട് മാം, എന്റെ പേര് അഞ്ജന എന്നാണ്. അപ്പൊ അതങ്ങനെ ആയിപ്പോയത്, അതെങ്ങനെയാണെന്ന് അറിയത്തില്ല. അപ്പം മാം, ഈ അബോർഷന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാന്ന് ഒന്ന് പറയൂ. എനിക്ക് രണ്ടെണ്ണം അങ്ങനെ നേരത്തെ ആയിരുന്നു, ഇപ്പൊ 2 കുട്ടികളുണ്ട് എനിക്ക്. എന്നാലും എനിക്കതൊന്നും അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ്. അബോർഷൻ ഒന്നാമത് നമ്മള് ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്, നമ്മൾ ഓവർ കോൺഷ്യസ് ആവാതിരിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. നമുക്ക് അബോർഷൻ കഴിഞ്ഞു, അപ്പം നമ്മൾ രണ്ടാമത്തേലും നമ്മൾ ആ ഒരു രീതിയിലായിരിക്കും മനസ്സിലുണ്ടാവും, അബോട്ടാവും. അപ്പൊ ആ ഒരു രീതിയിൽ ഓവർ കോൺഷ്യസ് ആവാതിരിക്കുകയാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ തുടക്ക സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, നമുക്കൊരു USG അല്ലെങ്കിൽ സ്കാനിങ് എടുത്തിട്ടുണ്ടാവും. അപ്പൊ ആ ഒരു സ്കാനിങ്ങിൽ ചില ആൾക്കാർക്ക്
ഹാർട്ട് റേറ്റ് കിട്ടാത്തത് പോലെ തോന്നും. അപ്പൊ അവര് പറയും 2 ആഴ്ച എന്തെങ്കിലും ഇപ്പൊ ഫീറ്റൽ പോൾ, ഈ ജെസ്റ്റേഷണൽ സാക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു സഞ്ചി പോലുള്ള ഒരു ഭാഗമാണ് നമ്മൾ ആദ്യത്തെ സ്കാനിങ്ങിൽ കാണുക. അതിന്റെ കൂടെ ചെറിയൊരു തുടിപ്പ് പോലെ ഫീറ്റൽ പോള് കാണും. ഈ ഫീറ്റൽ പോള് പല ആൾക്കാരിൽ ഉണ്ടാവാതിരിക്കും. അപ്പൊ അവരെന്ത് ചെയ്യും? അപ്പൊ ഹാർട്ട് ബീറ്റ് കിട്ടൂല. അപ്പൊ അവര് പറയും 2 ആഴ്ച കൂടെ കഴിഞ്ഞിട്ട് വരാൻ പറയും. അതായത് ഒരു കറക്റ്റ് 1 മാസം കഴിഞ്ഞിട്ടാണല്ലോ നമ്മൾ ഇത് ടെസ്റ്റ് ചെയ്യുന്നതും ഡോക്ടറെ അടുത്ത് പോകുന്നു. അപ്പൊ ആ ഒരു സമയത്താണ് ഇങ്ങനെ ഉണ്ടാവുക. അപ്പോൾ 2 ആഴ്ച കഴിഞ്ഞിട്ട് ഒന്നുകൂടെ സ്കാൻ ചെയ്യണം എന്ന് പറയും. അപ്പോൾ അങ്ങനെ സ്കാൻ ചെയ്യുമ്പോൾ ഹാർട്ട് റേറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ ഹെൽത്തിയാണ്, കുഴപ്പങ്ങളൊന്നുമില്ല. അഥവാ കിട്ടുന്നില്ലെങ്കിൽ അവിടെ അബോർട്ടായി പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഇനി ആ ഒരു ഫസ്റ്റ് മന്ത്, അതായത് ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ തന്നെ എന്തെങ്കിലും നമ്മളെ അടിവയറ് ഭയങ്കരമായിട്ടുള്ള വേദന, അതുപോലെ തന്നെ ബ്ലീഡിങ് ഉണ്ടാവുകയാണെങ്കിൽ, ഇപ്പൊ സാധാരണയായിട്ട് ചിലപ്പോൾ സ്പോട്ടിങ് ചില ആൾക്കാരിൽ കാണാറുണ്ട്. അതായത് രക്തത്തുള്ളികൾ പോലെ, പീരീഡ്സിന്റെ രക്തത്തുള്ളികൾ പോലെയുള്ള ഒരു സ്പോട്ടിംഗ് എന്നാണ് അതിന് പറയാം. സ്പോട്ടിംഗ് സാധാരണ പ്രഗ്നൻസിൽ കാണാറുണ്ട്. അത് കുഴപ്പങ്ങളൊന്നുമില്ല. അത് ചില ആൾക്കാരിൽ അത് നോർമൽ തന്നെയാണ്, പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ നല്ലോണം ബ്ലീഡിങ് ഉണ്ടെങ്കിൽ അത് അബോർഷന്റെ ചാൻസ് ആണ്. ചിലപ്പോൾ എക്ടോപിക് പ്രഗ്നൻസി ആവാം, 2 പ്രഗ്നൻസി ഒക്കെ ആവാം ചിലപ്പോൾ ഈ ഒരു നന്നായിട്ടുള്ള ബ്ലീഡിങ്. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ അതുപോലെ അടിവയറിലുള്ള തുടർച്ചയായിട്ടുള്ള വേദന, ചില ആൾക്കാർക്ക് വന്നു പോകുന്ന ചെറിയ വേദന ഉണ്ടാവും, അത് പ്രശ്നമില്ല. പക്ഷെ തുടർച്ചയായിട്ട് പീരീഡ്സിന്റെ പോലുള്ള ക്രാമ്പ്, അതുപോലെയുള്ള വേദനകൾ വരികയാണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കാം. ഇത്ര ശ്രദ്ധ നമ്മൾ ഒന്നാമത് കോൺഷ്യസ് ആവാതിരിക്കുക എന്നുള്ളതാണ്. ഈ പ്രഗ്നന്റ് ഈ അബോർഷൻ ആവോ എന്നുള്ള രീതിയിൽ നമ്മളെ മൈൻഡ് ഇങ്ങനെ എപ്പോഴും അതുമായിട്ട് തന്നെ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടേ ഇരിക്കുമ്പോൾ അതും അത്ര നല്ലതല്ല. കാരണം നമ്മളെ മാനസികമായിട്ടുള്ള നമ്മുടെ ആരോഗ്യത്തെ അത് ബാധിക്കും. അത് വളരെയധികം നമ്മുടെ ഈ ബാക്കിയുള്ള പ്രവർത്തനങ്ങൾ കൂടെ ബാധിക്കുന്നുണ്ട്, നമ്മളെ ഹോർമോണിനെ ബാധിക്കുന്നുണ്ട് എന്നുള്ളത് കൂടെ മനസ്സിൽ വെക്കാം. പിന്നെ ഓരോ ആൾക്കാരുടെ കണ്ടീഷൻ അനുസരിച്ചാണ് അത്, പിന്നെ അവരുടെ കണ്ടീഷൻ അനുസരിച്ച് പറയുന്നതാവും നല്ലത്. ഒന്നാമത് താങ്ക് യു. എനിക്ക് ഫസ്റ്റിന് എനിക്ക് ബ്ലീഡിങ് ആയിരുന്നു, ആദ്യം DNC ചെയ്യുവായിരുന്നു. അതുകൊണ്ടാണ് ഒരു മോനുണ്ടായത്. അത് കഴിഞ്ഞ് ഒന്നുകൂടെ അബോർട്ടായി കണ്ടാണ് ഒരാളും കൂടെ ഉണ്ടാകുന്നത്. ഞാൻ ഡൗട്ട് ക്ലിയർ ചെയ്താണ്. വേറെ ആരെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ചോദിക്കുന്നുണ്ടോ? മാം, എനിക്ക് 3 കുട്ടികളുണ്ട്. അപ്പോ 3 ആൾക്കും പ്രഗ്നൻസി ടൈമിൽ നല്ല ഛർദി ഫസ്റ്റ് മുതലേ. അപ്പോ 3ാമത്തെ ആളെ പ്രഗ്നന്റ് ആയ സമയത്ത് ഞാന് പിന്നെ എന്നും രാവിലെ എഴുന്നേറ്റിട്ട് ഒരു ഛർദിന്റെ ഗുളിക കുടിക്കും. അങ്ങനെയാണ് ഛർദി നിർത്തിയിരുന്നത്. അപ്പൊ അതിനെ കൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ അങ്ങനെ കുടിക്കുന്നോണ്ട്? അത് എപ്പോഴും ഛർദി ഉണ്ടായിട്ടുണ്ടോ? അത് നോക്കാനും വന്ന് ആണോ? രാവിലെ ഉണ്ടാവുന്ന ഒരു ഓക്കാനം ഉണ്ടാവുമല്ലോ, അതാണോ പ്രശ്നം? അല്ല, എനിക്ക് ഫുൾ ടൈം ഛർദി തന്നെയാണ്. എന്ത് ഫുഡ് കഴിച്ചാലും ഒക്കെ ഛർദിക്കും, ഭയങ്കര ഛർദിയാണ്. അതായത് ഉണ്ടായ കുട്ടിക്ക് പ്രശ്നം ഉണ്ടോന്നാണോ ചോദിക്കുന്നത്? അങ്ങനെയാണോ ചോദിക്കുന്നത്? അല്ല, ചിലര് പറയും അങ്ങനെ ഗുളിക കഴിക്കാൻ പാടില്ല, ഗുളിക കഴിച്ചിട്ടുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും പ്രോബ്ലം വരും പറയും. അങ്ങനെയൊന്നുമില്ല. നമ്മള് പൊതുവെ നമ്മള് പ്രഗ്നൻസി സമയത്ത് ഗുളികകൾ കഴിക്കരുത് എന്നുള്ളൊരു ആൾക്കാർക്കിടയിൽ ഒരു സംസാരമുണ്ട്. പക്ഷെ നമുക്ക് വേണ്ട നമ്മൾ കഴിക്കണം. ഇപ്പൊ പ്രത്യേകിച്ച് തൈറോയിഡ് ഇതൊക്കെ ചില ആൾക്കാർ ഗുളിക മിസ് ചെയ്യും, കാരണം നല്ലതല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഗുളിക കഴിക്കാതിരിക്കും. പക്ഷെ അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം അതൊരിക്കലും നമ്മുടെ വളരുന്ന കുട്ടിയെ ബാധിക്കുന്നില്ല. പകരം ഇപ്പൊ കഴിക്കാതിരിക്കുന്നത് ചിലപ്പോ നമ്മളെ കുട്ടിയൊക്കെ. അപ്പോൾ ആ ഒരു രീതിയിൽ ഇപ്പോൾ ഈ ഛർദിന്റെ കാര്യം പറയുകയാണെങ്കിൽ ആദ്യത്തെ 3 മാസം ഈ ഹൈപ്പറെമസിസ് ഗ്രാവിഡാരം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കണ്ടീഷൻ ഉണ്ട്. അവർക്ക് എപ്പോഴും ഛർദി ആയിരിക്കും. അപ്പൊ ഈ ഒരു ഛർദി ചിലപ്പോൾ ഈ ഫസ്റ്റ് 3 മാസം കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഛർദി മെല്ലെ മെല്ലെ അങ്ങനെ തന്നെ സബ്സൈഡ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ പിന്നെ ഡ്രിപ്പ് ഇടും. അങ്ങനെ ഡ്രിപ്പ് കിട്ടുന്നുണ്ടായിരുന്നോ? അതെ, ട്രിപ്പ് ഇടാറായിരുന്നു. ഓരോ വീക്കിലും പോയിട്ട് ട്രിപ്പ് ഇടും. അങ്ങനെയായിരുന്നു 3 മാസം വരെ നല്ല ഛർദി. പിന്നെ HG എന്ന് പറഞ്ഞ ഗ്രാവിഡാരം എന്ന് പറഞ്ഞ കണ്ടീഷനാണ്. അത് ചില ആൾക്കാർക്ക് ഉണ്ടാവുന്നത് നമ്മളെ ഹോർമോൺ പെട്ടെന്ന് ഈ പ്രൊജസ്ട്രോൺ നമ്മളെ നമ്മളെ ബ്ലഡിൽ കൂടുമ്പോൾ ഉണ്ടാവുന്ന ഹോർമോണൽ ചേഞ്ചസ് ആണ് അതൊരു ഛർദി ഉണ്ടാക്കുന്നത്.
അതുകൊണ്ട് കുഴപ്പങ്ങളൊന്നുമില്ല, പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ ആ ഒരു സമയത്ത് നമ്മൾ ഹെൽത്തി ആയിട്ട് നമ്മൾ മെന്റലി ഫിസിക്കലി ഫിറ്റ് ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ നമ്മൾ മെഡിസിൻ എടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. മാക്സിമം നിങ്ങൾക്ക് കഴിയുന്ന, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചില ആൾക്കാർക്ക് വെള്ളം കുടിച്ചാൽ ഇഷ്ടമുണ്ടാവില്ല, ചിലർക്ക് ഫ്രൂട്ട്സ് കഴിക്കാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് അപ്പം എന്താണോ കഴിക്കാൻ പറ്റുന്നത് അത് കഴിക്കുക. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, മരുന്നെടുക്കുന്നത് കൊണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മളെ കണ്ടീഷൻ അനുസരിച്ചല്ല നമ്മൾ മരുന്നെടുക്കണം, അപ്പോൾ കുഴപ്പങ്ങളൊന്നുമില്ല. ഓക്കെ മാം, താങ്ക് യു. മാം, ചില ഫുഡ്സോ അങ്ങനെ എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള ഐറ്റംസ് കഴിക്കുമ്പോൾ വോമിറ്റിംഗ് വരും. അത് നമ്മുടെ ശരീരത്തിന് അപ്പോൾ ആവശ്യമില്ലാത്തത് കൊണ്ടാണോ, അല്ലെങ്കിൽ വോമിറ്റിംഗ് ഉണ്ടെങ്കിൽ നമ്മൾ അത് കഴിക്കുക, എന്താണ് ചെയ്യേണ്ടത് ആ സമയത്ത്? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇഷ്ടമില്ലാത്ത നമുക്ക് അത് ബോഡിക്ക് റിജക്ഷൻ ഉണ്ടാക്കുന്നതാണെങ്കിൽ കഴിക്കണ്ട. ഹലോ, ഓക്കെ ഓക്കെ. ഇപ്പൊ മാം പറഞ്ഞല്ലോ ഫിഷ് നന്നായിട്ട് കഴിക്കണം. പക്ഷെ എനിക്ക് പ്രഗ്നൻസി ടൈമിൽ ഫിഷ് കഴിക്കാനേ പറ്റൂലായിരുന്നു. ലാസ്റ്റ് ഒരു 7 മാസം 8 മാസം ഒക്കെ ആകുമ്പോ കറി കഴിക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷെ ഫിഷ് കഴിക്കാൻ പറ്റൂലായിരുന്നു. അപ്പോൾ omega-3 ഫാറ്റി ആസിഡ്സ് സപ്ലിമെന്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഡോക്ടറോട് ആ കാര്യങ്ങൾ നമ്മൾ പറയണം. അവർ നമുക്ക് സപ്ലിമെന്റ് തരികയാണെങ്കിൽ അങ്ങനെ കഴിച്ചാലും മതി. ഓക്കെ, നമുക്ക് ക്ലാസ് കഴിഞ്ഞിട്ടില്ല, നമുക്ക് ക്ലാസ് കണ്ടിന്യൂ ചെയ്യല്ലേ? ഏകദേശം ടൈം ആയിട്ടുണ്ട് മാം. ഇനിയിപ്പോ ഡൗട്ട് ഒക്കെ ചോദിച്ച് ക്ലിയർ ചെയ്ത് വരുമ്പോഴത്തേക്കും 3 മണിയാവും. നമുക്ക് വേണമെങ്കിൽ നെക്സ്റ്റ് ഒരു എപ്പിസോഡ് പോലെ വേണമെങ്കിൽ വെക്കാം, കുഴപ്പമില്ല. നമുക്ക് കാരണം ജസ്റ്റ് എന്താണ് വൈൻഡപ്പ് ചെയ്തൂടെ? കാരണം കുറച്ചും കൂടെ ഉണ്ട്, ഒന്നും കൂടെ കംപ്ലീറ്റ് ആക്കാനുണ്ട്. വൈൻഡപ്പ് ചെയ്തൂടെ? നമുക്ക് ചെയ്തൂടെ? ഇപ്പൊ വൈൻഡപ്പ് ചെയ്യാന്നോ? ഓക്കെ ഓക്കെ മാം, പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ട് വൈൻഡപ്പ് ചെയ്യാം, കുഴപ്പമില്ല. ഓ ശരി ശരി. കുറച്ചും കൂടെ പറയാനുണ്ട്, നമുക്ക് അതും കൂടെ പറഞ്ഞൂടെ ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ വൈറ്റമിൻസും മിനറൽസും ഫ്രൂട്ട്സും വെജിറ്റബിളും ആണ് പറഞ്ഞത്. പിന്നെ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രോട്ടീൻ. പ്രോട്ടീൻ എപ്പോഴും നമ്മൾ സ്ത്രീകൾ ഒഴിവാക്കുന്ന ഒരു കാര്യമാണ് പ്രോട്ടീൻ എന്ന് പറയുന്നത്. കാരണം ഇങ്ങനെ തടിക്കും എന്നുള്ള പേരിൽ പ്രോട്ടീൻ ഒഴിവാക്കും. എപ്പോഴും ഈ പ്രോട്ടീൻ തടിക്കുന്നുണ്ട് എന്നുള്ളതൊരു മിസ്കൺസെപ്റ്റ് ആണ്. പക്ഷെ അതുകൊണ്ട് തന്നെ സ്ത്രീകളുടെ ശരീരത്തിൽ എപ്പോഴും പ്രോട്ടീൻ ഡെഫിഷ്യൻസി കാണാറുണ്ട്. അപ്പോൾ ഈ പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? നമ്മളെ എല്ലാത്തരം മീറ്റുകൾ, ഫിഷ്, മുട്ട, പാല് ഒക്കെ പ്രോട്ടീനാണ്. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ നന്നായിട്ട് കുക്ക് ചെയ്തിട്ട് വേണം കഴിക്കാൻ. ഇപ്പോൾ മീറ്റ് ആയാലും ഫിഷ് ആയാലും ഒക്കെ നന്നായിട്ട് കുക്ക് ചെയ്യാം, അത് കഴിക്കാം. അതുപോലെ തന്നെ ഇപ്പോൾ ഈ കുക്ക് ചെയ്തില്ലെങ്കിൽ ടോക്സോപ്ലാസ്മ, അതുപോലെ ഹിസ്റ്റീരിയ, ബോട്ടുലിസം പോലുള്ള പോയ്സണിങ് ഉണ്ടാവാനുള്ളൊരു ചാൻസ് ഉള്ളതുകൊണ്ട് അത് നന്നായിട്ട് കുക്ക് ചെയ്യാം. ഇപ്പോൾ ഈ ഒരു മീറ്റിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ ചിക്കൻ പൊതുവെ എല്ലാവരും കഴിക്കുന്നതാണ്. പക്ഷെ ഈ ബീഫ് എല്ലാവരും വേണ്ട വെക്കുന്നതാണ്. പക്ഷെ ഒരിക്കലും ബീഫ് ഇരിക്കരുത്. കാരണം അതിൽ നന്നായിട്ട് അയേൺ, സിങ്ക്, അയഡിൻ ഒക്കെ ഉണ്ട്. അപ്പം നമ്മൾ അത് ഒഴിവാക്കരുത്. കാരണം പൊതുവെ പ്രഗ്നൻസി ഒഴിവാക്കുന്നതാണ് ഈ ബീഫ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ സ്പെസിഫിക് ആയി പറയാൻ കാരണം. അതുപോലെ തന്നെ ഇപ്പം ഈ പാലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, പാല് നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന പാലാണെങ്കിൽ എന്ത് ചെയ്യാം? പാസ്ചറൈസ്ഡ് മിൽക്കാണെന്നുള്ളത് കാര്യം ഉറപ്പുവരുത്താം. കാരണം അതിൽ ബാക്ടീരിയാസിനെ കില്ല് ചെയ്തു എന്നാണ് പാസ്ചറൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അത് നല്ല പാസ്ചറൈസ്ഡ് ആയാണ് ആ ഒരു ലാബിലുള്ളതാണെന്ന് ഉറപ്പുവരുത്താം. അതുപോലെ തന്നെ വീട്ടിൽ നിന്ന് കിട്ടുന്ന പാലാണെങ്കിൽ നന്നായിട്ട് തിളപ്പിച്ചിട്ട് മാത്രം യൂസ് ചെയ്യാം. ഇനിയിപ്പോൾ മുട്ടൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, മുട്ടയിൽ ചെറിയ ക്രാക്കുകൾ ഉണ്ടായിട്ടുള്ള മുട്ടകൾ നമ്മൾ കടയിൽ നിന്ന് കൊണ്ടുപോകുമ്പോൾ ചെറിയ ക്രാക്കൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആ ക്രാക്കൊന്നും വകവെക്കാതെ നമ്മളത് യൂസ് ചെയ്യും. അപ്പോൾ പ്രഗ്നൻ്റ് ആകുമ്പോൾ ഒരിക്കലും അത് ചെയ്യരുത്. കാരണം 10 രൂപേൻ്റെ മുട്ട ഇനിയിപ്പോൾ ഒരു ക്രാക്ക് ഉള്ളതുകൊണ്ട് ഒഴിവാക്കണോ എന്നുള്ളതായിരിക്കും നമ്മളെ മനസ്സിലുണ്ടാവുക. പക്ഷെ അത് ചെയ്യാതെ നമ്മൾ പ്രഗ്നൻസിയുടെ സമയത്ത് മാക്സിമം നല്ല ഈ ക്രാക്കൊന്നും ഇല്ലാത്ത മുട്ടകൾ യൂസ് ചെയ്യാം. അത് നന്നായിട്ട് ബോയിൽ ചെയ്തിട്ടോ പൊരിച്ചിട്ടോ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ കൂടാതെ പറയാനുള്ളൊരു കാര്യമാണ് ഹാഫ് ബോയിൽഡ് ആയിട്ടുള്ള പ്രിപ്പറേഷൻസ് ഉണ്ട്. മയോനൈസ്, അതുപോലെ ബുൾസൈ ഒക്കെ ഹാഫ് കുക്ക്ഡ് ആയിട്ടുള്ള പ്രിപ്പറേഷൻസ് ആണ്. അതൊക്കെ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കാം. പിന്നെ ഫിഷിൻ്റെ കാര്യം ഫിഷിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു, ഫിഷ് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞു. ഈ ഫിഷിൻ്റെ കാര്യത്തിൽ തന്നെ ഈ ചെറു മത്സ്യങ്ങളാണ് നമ്മളെ പ്രഗ്നൻസിയിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്.
അപ്പോൾ വലിയ മത്സ്യങ്ങളുണ്ട്, ട്യൂണ, അയക്കൂറ പോലുള്ള, സ്രാവ് പോലുള്ള ഫിഷസ്. ഇത് മാക്സിമം ലിമിറ്റ് ചെയ്ത് മാത്രം യൂസ് ചെയ്യുക. ആഴ്ചയിൽ ഒരു പ്രാവശ്യമൊക്കെ മാത്രം നമ്മളെ വലിയ ഫിഷുകൾ യൂസ് ചെയ്യാം. ചെറുമത്സ്യങ്ങൾ എത്രയും യൂസ് ചെയ്യാം, അതൊരു കുഴപ്പമില്ല. ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് ഒക്കെ ഉള്ളതാണ്. വലിയത് യൂസ് ചെയ്യാതെ ഇരിക്കുക, ലിമിറ്റ് ചെയ്യുക, അതിൻ്റെ യൂസേജ് ലിമിറ്റ് ചെയ്യുക. കാരണം അതിൽ മെർക്കുറി കണ്ടന്റ് ധാരാളമായിട്ടുണ്ട്. അതുകൊണ്ട് അത് നിങ്ങളുടെ ബേബിക്ക് നല്ലതാവില്ല. അതുകൊണ്ടാണ് അത് യൂസ് ചെയ്യേണ്ടതെന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ ഹെൽത്തി ഫാറ്റ്സ് നമുക്കറിയാമല്ലോ, നമ്മൾ കോക്കനട്ട് ഓയിൽ, നമ്മൾ എല്ലാ പ്രിപ്പറേഷനും കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യുന്നുണ്ട്, അത് തന്നെ ധാരാളം. പിന്നെ നട്ട്സ് വേണമെങ്കിൽ നമുക്ക് ഹാൻഡ്ഫുൾ ഓഫ് നട്ട്സ് ഈവനിങ് സ്നാക്കൊക്കെ ആയിട്ട് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. ബദാം വളരെ ഹെൽപ്ഫുൾ ആണ്, വളരെ നല്ലതാണ്. ബദാം, വാൽനട്ട്സ് ഒക്കെ വളരെ നല്ലതാണ്. പിന്നെ വാട്ടർ ഇൻടേക്ക് നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. വെള്ളം തുടക്കം മുതലേ നമ്മൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഉണ്ടാകുന്ന മൂഡ് സ്വിങ്സ്, അതുപോലെ ക്ഷീണം, അമ്നിയോട്ടിക് ഫ്ലൂയിഡിൻ്റെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളെല്ലാം നമുക്ക് വെള്ളം കുടിയിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിസോൾവ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ അതുപോലെ ഒരു കാര്യം കൂടെ ഉള്ളത് പറഞ്ഞാൽ നമ്മൾ ഫുഡ്, ആഹാരം, ന്യൂട്രീഷൻ എന്നതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മെൻ്റൽ ഹെൽത്തും. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ മെൻ്റൽ വെൽബീങ് കൂടെ നമ്മൾ ഉറപ്പുവരുത്താം. അതിന് നിങ്ങൾ അനാവശ്യമായിട്ടുള്ള ടെൻഷനും കാര്യങ്ങളൊക്കെ ഒഴിവാക്കി നിങ്ങളെ മനസ്സിനെ എപ്പോഴും മൈൻഡ്ഫുൾനെസ് ആക്കി വെക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. താങ്ക് യു. അപ്പോൾ നമ്മൾ കുറച്ച് പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പം പ്രഗ്നൻസിയിലെ ആവശ്യമുള്ള പോഷകങ്ങൾ, വൈറ്റമിൻസ്, അതുപോലെ ഓരോ ട്രൈമസ്റ്ററിൽ ഓരോ ചെയ്യേണ്ട കാര്യങ്ങൾ, ഇന്ന ടോപ്പിക്സ് ഒക്കെയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഞാൻ കുറച്ച് വേഗം ഒന്ന് വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്ന കേട്ടോ. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടോ? ലാസ്റ്റ് ടൈം വേഗം പറഞ്ഞു പോയതാണ്. ഇനിയിപ്പോ നമ്മൾ ടൈമിന് ഇമ്പോർട്ടന്റ് ആണല്ലോ, അതുകൊണ്ട്. ആർക്കും ചോദിക്കാനില്ല? മാം, ഈ PCOD എന്താ ചെയ്യേണ്ടത്? PCOD 2 തരണ്ട്. തടിച്ചുകൊണ്ടുള്ള PCOD ഉണ്ട്, മെലിഞ്ഞവരിലും PCOD ഉണ്ട്. തടിച്ചവരിലും മെലിഞ്ഞവരിലും ഉണ്ട് PCOD. അപ്പോൾ PCODന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മളെ ലൈഫ് സ്റ്റൈൽ തന്നെയാണ്. അതായത് ഫുഡ്, അതുപോലെ റെസ്റ്റ്, ഉറക്കം, ഇതൊക്കെ PCODന്റെ ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. അത് നമ്മുടെ ഹലോ 57 ആയിരുന്നു എന്റെ കിലോ. ഞാനിപ്പോ ഒരു 82ഓളം വന്നിട്ടുണ്ട്, തടിച്ചു വരികയാണ്. അപ്പൊ ഈ ലാസ്റ്റ് ഒരു 1 മന്ത് മുന്നേ ഒരു പെയിന് വന്നിട്ട് എന്നെ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ഒക്കെ ആയിരുന്നു. അന്നേരം സ്കാനിങ് ചെയ്ത് നോക്കിയ സമയത്ത് എന്റെ ഓവറി ഒന്ന് തിരിഞ്ഞു പോയിട്ടുണ്ടെന്നാണ് കണ്ടത് സ്കാനിങ്ങില്. പ്ലസ് എന്റെ PCOD കുറച്ച് ഹൈ ആയിട്ടുണ്ട്, ലിവറിൽ അതുപോലെ തന്നെ നല്ല നീര് വന്നിട്ടുണ്ട്. നെക്സ്റ്റ് മന്ത് സർജറി വേണമെന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. എനിക്കിപ്പോ ഒരു മോനുണ്ട്, 4 വയസ്സ്. അപ്പം എന്നോട് വെയിറ്റ് കുറയ്ക്കാൻ പറഞ്ഞതാ. അപ്പൊ ഒരു 15 ഡേയ്സിന്റെ ഉള്ളിൽ ഞാനൊരു 5 kg കുറഞ്ഞു. ഞാനൊരു ഡയറ്റീഷ്യനെ കൺസൾട്ട് ചെയ്ത് ആ ഡയറ്റ് ഫോളോ ചെയ്തിട്ടാ പോകുന്നത്. പക്ഷെ എനിക്ക് ആ പെയിൻ ഇടയ്ക്കിടയ്ക്ക് വല്ലാണ്ട് വരുന്നുണ്ട്. ആ വരുന്ന സമയത്ത് ടാബ്ലറ്റ് മേലാണ് ഞാൻ ഇപ്പൊ നിൽക്കുന്നത്. അതെന്താ അറിയോ, അത് PCOD കൊണ്ടുള്ള പെയിൻ അല്ല. ആ ഒരു തിരിഞ്ഞു എന്ന് പറഞ്ഞല്ലോ, ഒരു ടോർഷൻ ഉണ്ടല്ലോ അവിടെ, ആ ഒരു ഓവറിയിൽ വന്നിട്ടുള്ള ഒരു ടോർഷൻ കൊണ്ടുള്ള പെയിനാണ്. അപ്പൊ അതുകൊണ്ടാണ് അവിടെ സർജറി വേണമെന്ന് പറഞ്ഞിട്ടുണ്ടാവുക. മോന്റെ ഫീഡിങ് ടൈം കഴിഞ്ഞതിന് ശേഷം സ്റ്റാർട്ട് ചെയ്തത്. അതുവരെ അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നുമില്ലായിരുന്നു. അവന് നല്ല വെയിറ്റ് ഉള്ള ആളായിരുന്നു. മോന് 3800 ഉണ്ടായിരുന്നു. ഇപ്പൊ സിസേറിയനാ കഴിഞ്ഞത്. 2 വർഷം പാലൊക്കെ കുടിച്ച്, പാല് കൂടി നിർത്തിയതിനു ശേഷമാണ് എനിക്ക് PCOD സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ വല്ലാണ്ട് തടിച്ചു വരാനോ തുടങ്ങിയതൊക്കെ. ഇപ്പൊ കാണിച്ച സമയത്ത് ഇപ്പോഴും PCOD കാണിക്കുന്നുണ്ട്. ഇപ്പൊ ഡയറ്റിലാണ്, കംപ്ലീറ്റ്ലി ഡയറ്റ് ഫോളോ ചെയ്യുന്നുണ്ട്. ഫുഡ് ഞാൻ കൺട്രോൾഡ് ആണ് ഓൾറെഡി. ബട്ട് എനിക്ക് സ്ട്രെസ്സും അതുപോലെ തന്നെ ഉറക്കും, ഇത് രണ്ടും കുറച്ച് ബുദ്ധിമുട്ടാണ്. വർക്കിംഗ് ടൈം ഒക്കെ കഴിഞ്ഞ് വന്ന് കിടക്കുമ്പോൾ എങ്ങനെയായാലും ഒരു 1:30 2 o'clock ഒക്കെ ആവാറുണ്ട് മോർണിംഗ്. അതുപോലെ തന്നെ നേരത്തെ എണീറ്റ് പോകും. ഉറക്ക് ഭയങ്കര ഒരു വർക്ക് ഞാൻ അക്കാഡമിക് കൗൺസിലൊക്കെ ആയിട്ട് വർക്ക് ചെയ്യാണ്. പ്ലസ് അതിന്റെ കൂടെ വർക്ക് ഫ്രം ഹോമും ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഞാൻ വർക്കിൽ നിന്നൊക്കെ റിസൈൻ ചെയ്തു. കാരണം എനിക്ക് പെയിൻ കാരണം നടക്കാനൊന്നും തീരെ പറ്റുന്നില്ലായിരുന്നു. കുറച്ച് എന്നോട് വെയിറ്റ് ഒന്നും എടുക്കരുത് പറഞ്ഞതിനെ കൊണ്ട് ഞാനിപ്പോ കംപ്ലീറ്റ്ലി വീട്ടിൽ തന്നെയാണ്. മാം, പിന്നെ വേറൊരു കാര്യം കൂടെ. ഒരു മിനിറ്റ്, ഞാൻ ഇവരോടൊന്ന് പറയട്ടെ. കാരണം
സ്ട്രെസ് കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ അത് വളരെ പ്രധാനപ്പെട്ട തന്നെയാണ്. നമ്മൾ ഈ ഒരു PCODന്റെ കാര്യത്തിലായാലൊക്കെ നമ്മൾ സ്ട്രെസ് എന്ന് പറയുമ്പോൾ നമ്മൾ സ്ട്രെസ് ഉണ്ടാവുന്ന സമയത്ത് അതും നമ്മൾ വെയിറ്റ് കുറയാതിരിക്കാനുള്ള ഒരു ചാൻസ് ആണ്. അപ്പോൾ നമുക്ക് സ്ട്രെസ് ഉണ്ടാകുമ്പോൾ മാക്സിമം ആ സ്ട്രെസ്സിനെ റിലീസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ യോഗ ചെയ്യാം, അതുപോലെ തന്നെ മെഡിറ്റേഷൻ നല്ലൊരു ഒരു ഒരു പരിഹാരമാണ്. അപ്പോൾ എന്നും മെഡിറ്റേഷൻ ചെയ്യുക, അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലോ അല്ലെങ്കിൽ എന്നും പറ്റുകയാണെങ്കിൽ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് മെഡിറ്റേഷൻ ചെയ്യുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ആ ഫസ്റ്റ് ആ ഒരു മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ഡിഫറൻസ് നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതുപോലെ തന്നെ ഉറക്കം, ആ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു ടെൻഷനൊക്കെ റിലീസ് ആകുമ്പോൾ തന്നെ മെല്ലെ മെല്ലെ ഉറക്കവും വന്നോളും. ഞാൻ പറഞ്ഞത് കറക്റ്റ് ആണ്. ഞാൻ കൃത്യമായിട്ട് മെഡിറ്റേഷൻ ഫോളോ ചെയ്യുന്നുണ്ട്. ഒരുപാട് മാറ്റങ്ങളുണ്ട് നമ്മുടെ സ്ട്രെസ്സിന്റെ ഇതിലാണെങ്കിലും നമ്മുടെ ലൈഫ് സ്റ്റൈല്, നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ ഡിസിഷൻ എടുക്കേണ്ട വിഷയത്തിൽ, എല്ലാ വിഷയത്തിലും നല്ലൊരു ഫീലിങ്സ് കിട്ടുന്നുണ്ട്. 2 ടൈംസ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ. പിന്നെ ഉറക്കത്തിന്റെ പ്രശ്നമുള്ളവർ നൈറ്റിൽ ചെയ്യുകയാണെങ്കിൽ നല്ല റിസൾട്ട് ഉണ്ടാവും. ഓക്കെ, അടുത്താരാ? മാം, PCODയുടെ ഡ്രോബാക്സ് എന്ന് വെച്ചാൽ എന്റെ ദൂഷ്യവശങ്ങൾ എന്താണെന്നൊന്ന് പറയുമോ? എന്റെ ഒരു കസിനുണ്ട്, അതുകൊണ്ടായിരുന്നു അതിന്റെ എല്ലാ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിട്ടായിരുന്നേ. PCODയുടെ ഒരു ക്ലാസ് ഡോക്ടർ നമ്മൾ മുമ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ ഇതിൽ തന്നെ ഉണ്ട്. ആ ക്ലാസ് ജസ്റ്റ് ഒന്ന് കണ്ടാൽ ഏകദേശം, കാരണം അത് ഒരു ചെറിയ കാര്യമല്ല, ഒരുപാട് പറഞ്ഞു പരത്തി പറയേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഈ പറഞ്ഞ ഈ PCODയെ കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകൾ സമൂഹത്തിൽ നിലനിൽപ്പുണ്ട്. PCOD വന്നാലും വന്ധ്യത വരും, അത് പുറത്തേക്ക് ആരും അറിയാൻ പാടില്ല, കുട്ടികൾക്ക് കല്യാണം നടക്കില്ല, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് അഭ്യൂഹങ്ങൾ ഇങ്ങനെ വരുന്നുണ്ട്. ഇപ്പൊ ഈ ഒരു മോഡേൺ കാലഘട്ടത്തിൽ അത്തരം അഭ്യൂഹങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ അത് ഈ പറഞ്ഞ പോലെ ഈ യുനാനിയിലൊക്കെ അതൊരു വെറും ഒരു കഫജന്യ രോഗമായിട്ടൊരു തണുപ്പൻ രോഗമായിട്ടാണ്, ജലദോഷം പോലെ കാണുന്ന ഒരു സാധനമാണ് അത്. കാരണം നമ്മുടെ ലൈഫ് സ്റ്റൈല്, അതുപോലെ നമ്മുടെ ഫുഡ്, ഈ പറഞ്ഞ പോലെ വ്യായാമം ഇല്ലായ്മ, ഇതൊക്കെ തന്നെയാണ് ഈ PCODയുടെ മെയിൻ ലക്ഷണങ്ങൾ. അത് ഭയങ്കര ഇതായിട്ട് എടുത്ത് ഇങ്ങനെ ടെൻഷൻ അടിക്കണ്ട. നമ്മൾ ഇത് ഒന്ന് നമ്മളെ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്യുമ്പോൾ തന്നെ അത്തരം അസുഖങ്ങൾക്ക് ഒരു കുറവ് വരും. ഈ ഒരു കാലഘട്ടത്തിൽ മിക്കവാറും നമ്മളൊരു ഏതൊരു പെൺകുട്ടീന്റെ ഒരു സ്കാനിങ് എടുത്താലും മിക്കവാറും ആൾക്കാർക്കും ചെറിയ തരത്തിലുള്ള PCOD ഉണ്ടാവും. അതിന് ചെറിയ വേരിയേഷനിൽ PCOD കാണാറുണ്ട്. കാരണം നമ്മളെ ലൈഫ് സ്റ്റൈൽ മാറിയതുകൊണ്ടുള്ളതുകൊണ്ട് മാത്രമാണത്. പിന്നെ നമ്മുടെ ഇതുപോലെ തന്നെ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളത് തന്നെ, ഡയറ്റിൽ വ്യത്യാസം വരുത്തുക എന്നുള്ളത് തന്നെയാണ് നമുക്ക് പ്രധാനപ്പെട്ട് ചെയ്യാനുള്ളൂ. അതെ അതെ, പണ്ട് കാലങ്ങളിലൊക്കെ ഈ പറഞ്ഞ പോലത്തെ സംഭവമൊന്നും ഇല്ല. ഈ ചിക്കൻ അതൊന്നും ഇല്ല. നമ്മുടെ നാട്ടുപ്രദേശത്ത് എന്നും നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ ശേഖരിച്ചിട്ട് വരുന്ന എന്തെങ്കിലുമൊക്കെ പച്ചക്കറികൾ ഉണ്ടായിരുന്നു അന്ന് നമ്മുടെ ഫുഡില്. പക്ഷെ ഇന്ന് അതില്ല. അപ്പൊ അതിന്റെയൊക്കെ ആ ഒരു കുറവ് നമ്മുടെ ജീവിതത്തിൽ പല രീതിയിൽ അത് കാണാം. അപ്പൊ അതിന്റെ ക്ലാസ്സുകൾ നമ്മുടെ ഇതിൽ ഉണ്ട്. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണുക. അതല്ലെങ്കിൽ ഇനിയും വേണമെങ്കിൽ PCODയെ കുറിച്ചൊക്കെ ക്ലാസ്സുകൾ എടുക്കാം. കാരണം അതൊക്കെ വലിയൊരു ടോപ്പിക്കാണ്, സംസാരിച്ചു പോവേണ്ടുന്ന, എല്ലാവരുടെ ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്ത് പോവേണ്ടുന്ന ഒരു ഏരിയയാണ്. 5 മിനിറ്റ് കൊണ്ട് ചുരുക്കാൻ പറ്റുന്നതല്ല. പിന്നെ ഈ പറഞ്ഞ പോലെ എനിക്ക് 2 കുട്ടികളുണ്ട്, പ്രസവമൊക്കെ കഴിഞ്ഞു നിർത്തി. അപ്പോ ഈ പറഞ്ഞ പോലെ പല കാര്യങ്ങൾ പറഞ്ഞപ്പോഴും അതൊക്കെ റിലേറ്റഡ് ആയിട്ട് എനിക്ക് തോന്നി. എനിക്ക് ചിരി വരുന്നുണ്ടായിരുന്നു അപ്പോഴൊക്കെ. കാരണം ഈ വയറ് തള്ളി വെച്ച് നടക്കുന്ന ആ സംഭവം, കാരണം എനിക്ക് ബൈകോർണിയേറ്റ് യൂട്രസ് ആയിരുന്നു. അപ്പൊ ഒരു അറയ്ക്കകത്താണ് ഈ കുട്ടി ഫ്ലൂയിഡ്. അപ്പോ ആദ്യത്തെ കുട്ടിയുടെ ലാസ്റ്റ് ആണ് നമ്മളത് അറിയുന്നത്. പക്ഷെ രണ്ടാമത്തെ കുട്ടിയുടെ ആദ്യമേ റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ റെസ്റ്റ് ഒന്നും എടുത്തിട്ടില്ല. ഞാൻ ഓടി നടന്ന് ജോലി ചെയ്തു. അപ്പോഴേ എനിക്കറിയാം എന്റെ വയറ്റിൽ ആ ഫ്ലൂയിഡിനകത്താണ് ആ കുട്ടി കിടക്കുന്നത്. ഒന്നുകിൽ ആ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിക്കണമെങ്കിൽ ഒന്നുകിൽ ഞാൻ വയറടിച്ച് വീഴണം, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നല്ല രീതിയിൽ അനക്കം തട്ടണം. അങ്ങനെയാണെങ്കിൽ ആ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിക്കും. അല്ലാതെ ദൈവം തമ്പുരാൻ നമുക്ക് തരാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഇനി എങ്ങനെയായാലും നമുക്ക് കിട്ടുമെന്നുള്ള ആ ഒരു വിശ്വാസം, ആ വിശ്വാസത്തിന്റെ പുറത്ത് തന്നെയാണ് മുന്നോട്ട് പോയതും. 2 കുട്ടികളും ജനിക്കുന്ന സമയത്ത് മോള് 8 മാസത്തിന് എത്രയോ ദിവസമുള്ള സമയത്താണ് ജനിക്കുന്നത്. മോന് 8 മാസം പൂർത്തിയായി, 9 മാസം തികച്ചില്ല. കാരണം അത്രയ്ക്കുള്ള വളർച്ചയ്ക്കുള്ള ഒരു ഇടം മാത്രമേ അവിടെ ഉള്ളൂ. 2 കിലോ വെയിറ്റും കുട്ടികൾക്ക് ഉണ്ടായിരുന്നു. പിന്നെ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു. അവര് ഹെൽത്തി ആയിരുന്നു. പക്ഷെ ഈ 8 മാസവും ഞാൻ ആഹാരം കഴിച്ചിട്ടേ ഇല്ല. പച്ചവെള്ളം കുടിക്കാൻ കൊതിച്ചിട്ട്
അത് സ്വപ്നം കണ്ട് കുടിക്കുന്നതായിട്ട് സ്വപ്നം കണ്ട് നിർവൃതി അടഞ്ഞിട്ടുണ്ട്. കാരണം അത്രയ്ക്ക് വൊമിറ്റ് ചെയ്തിട്ട് വീട് ഹോസ്പിറ്റല്, ട്രിപ്പ് ഇടുന്നു വീട്ടിൽ വരുന്നു, ട്രിപ്പ് ഇടുന്നു വീട്ടിൽ വരുന്നു, ട്രിപ്പ് ഇടാൻ പോകുമ്പോഴും അവിടെ വൊമിറ്റ് ചെയ്യുന്നു, ട്രിപ്പ് ഇട്ടിട്ട് കയറി വീട്ടിൽ വരുമ്പോഴും വൊമിറ്റ് ചെയ്യുന്നു. അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു. അതായത് ഏത് സമയം കിടപ്പ് അങ്ങനെ. അപ്പൊ നമുക്ക് എന്ത് വന്നാലും നമ്മുടെ വിശ്വാസമാണ് വലുത്. പിന്നെ ഈ പ്രഗ്നൻസി കഴിഞ്ഞ് ഈ പീരീഡ്സ് കഴിഞ്ഞ് കുട്ടി ആയതിനു ശേഷം, ഡെലിവറി കഴിഞ്ഞതിന് ശേഷം, സിസേറിയൻ ആയിരുന്നു രണ്ടും, അത് കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് ആഹാരം കഴിച്ചു, കുഞ്ഞിന് നന്നായിട്ട് പാല് കൊടുത്തോണ്ട് അതിനൊന്നും ഇന്ന് വരെയും വലിയ അസുഖങ്ങളൊന്നുമില്ല. രണ്ടുപേരും പഠിക്കാനും നല്ല എക്സ്ട്രാ ബ്രില്യന്റ് ആണ്, പെട്ടെന്ന് ക്യാച്ച് ചെയ്യും, വേറെ ഒരു കുഴപ്പങ്ങളും ഇല്ല. മോളിപ്പോ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു, മോനിപ്പോ 2ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അപ്പൊ നമ്മുടെ ബിലീഫ് സിസ്റ്റം ആണ് നമ്മുടെ ഈ പ്രശ്നങ്ങൾ. അപ്പൊ ഈ ഗർഭിണികളായിരിക്കുന്ന സ്ത്രീകൾ അനാവശ്യമായുള്ള ചിന്താഗതികളിലേക്കൊന്നും പോവാതിരിക്കുക, മൈൻഡിനെ നല്ല ഇതായിട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. അത്രേ ഉള്ളൂ. ശരിയാണ്, മൈൻഡ് സെറ്റ് തന്നെയാണ് ഏറ്റവും പ്രധാനം. കാരണം ഡോക്ടേഴ്സിന് ഒരു അത്ഭുതമായിരുന്നു, അബോർഷനായോ, എത്രാമത്തെ അബോർഷൻ, ഇത് എത്രാമത്തെ കുട്ടിയാണെന്നൊക്കെ ഉള്ള ഒരു, എവിടെ പോയാലും ഇപ്പോഴും ഇത് ഇങ്ങനെ പറയുമ്പോൾ അവര് ചോദിക്കാറുണ്ട്, അബോർഷൻ എന്തെങ്കിലും സംഭവിച്ചോ? ഞാൻ പറയും ഇല്ല, ഒരു അബോർഷനും ഒന്നുമില്ല, ഇത് ഫസ്റ്റ് കുട്ടിയായിരുന്നു, മറ്റേത് രണ്ടാമത്തത്, ഒരു കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ സ്പോട്ടുകൾ, ഈ വരുന്ന ഈ ബ്ലഡിന്റെ സ്പോട്ട് ഇങ്ങനെ വരുന്നത്, അപ്പൊ അത് മുമ്പത്തെ ബ്ലഡ് എന്തോ ഇങ്ങനെ ഇരുന്നതാണ്, അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പൊ നമ്മൾ ഇത്രയും വേദനയും ബുദ്ധിമുട്ടും അനുഭവിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ നമ്മുടെ മൈൻഡ് സെറ്റ് ഓക്കെ ആയിരുന്നത് കൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ കുഞ്ഞുങ്ങൾ ഇത്ര എലിയോ പോലെ തുപോലെയുള്ളൂ. എല്ലാവരും ഇന്നലെ തടിച്ചുരുണ്ടിരുന്ന കൊച്ചുങ്ങളെ കാണുമ്പോഴത്തേക്ക് അയ്യോ എന്റെ കുട്ടി അത്ര ഇങ്ങനെ ആയിപ്പോയി എന്നൊരു വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് അവര് പാലൊക്കെ കൊടുത്ത് കുടിച്ചു വന്നപ്പോ അവര് റെഡിയായി. അപ്പൊ ഈ ഒരു സമയത്ത് നമ്മളെ അനുഭവം നമ്മൾ പറയുന്ന, ഡോക്ടറൊന്നും അല്ല ഞാനും, എല്ലാ അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് നമ്മൾ ഈ പറയുന്നത്. നന്നായിട്ട് ഫുഡ് കഴിക്കുക, അത്ര തന്നെ. ഗുളിക ഒന്നും കഴിച്ചിട്ടില്ല, ഒരു ഗുളികയും കഴിച്ചിട്ടില്ല. കാരണം കഴിക്കാൻ പറ്റില്ല, അതാണ് അവസ്ഥ. ഗുളികയില്ല, ആഹാരമില്ല, ഈ ട്രിപ്പിലാണ് ഞാൻ ഈ 8 മാസം ഇങ്ങനെ ജീവിക്കുന്നത്. അപ്പൊ അതാണ് മൈൻഡിന്റെ പവർ എന്ന് പറയുന്നത്. അതാണ് അത് കഴിഞ്ഞതിന് ശേഷം, ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ആഹാരം വലിച്ചു വാരി തീറ്റയായിരുന്നു. പിന്നെ അവിടെ ഒരു ഇതുമില്ല, കാരണം എന്താണെന്ന് അറിയില്ല. ഇനി ഈ കുഞ്ഞിങ്ങനെ പുറത്തേക്ക് വന്നപ്പോ വയറ് വികസിച്ച് എന്താണെന്ന് അറിയില്ല, ഭയങ്കര ആഹാരം കഴിക്കുമായിരുന്നു നന്നായിട്ട്. അപ്പൊ എന്നെ എല്ലാരും കളിയാക്കുക, ആർത്തി മൂത്ത് ഭ്രാന്തായി പോകുന്നൊക്കെ പറഞ്ഞ് കളിയാക്കുമായിരുന്നു എല്ലാരും. നന്നായിട്ട് പാലുണ്ടായിരുന്നു, കുട്ടികൾക്ക് നല്ല 6 മാസം വരെ പാല് കൊടുത്തു, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇതുവരെ അവർക്ക് അങ്ങനെ വലിയ അസുഖങ്ങളൊന്നും തന്നെ ഇല്ല. അപ്പോ നമ്മുടെ ലൈഫ് സ്റ്റൈല്, നമ്മുടെ ബിലീഫ് സിസ്റ്റം, ഇതെല്ലാം നല്ല രീതിയിൽ ഫോളോ ചെയ്യാൻ, അനാവശ്യമായ ഇതൊന്നും, എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വരുന്ന സമയത്ത് ഇതാക്കാതിരിക്കുക, അത്ര തന്നെ. ഈ പറഞ്ഞ പോലെ മെഡിറ്റേഷൻ ഒക്കെ ഭയങ്കര ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ്. ഈ അതുപോലെ ബ്രീത്തിങ് എക്സർസൈസ്, അതുപോലെ എക്സർസൈസ് ചെയ്യുക, ഇതൊക്കെ ചെയ്യുമ്പോഴേ അതിന്റെ മാറ്റം മനസ്സിലാവുള്ളൂ. ചെയ്യുന്നവർക്ക് മാത്രമേ അത് പറയുമ്പോൾ ഫീലിങ്സ് ഉണ്ടാവുള്ളൂ. അപ്പൊ എന്തായാലും മാം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു, അതിനോടൊപ്പം ഒരുപാട് പേരുടെ ഡൗട്ട് ഒക്കെ ക്ലിയർ ചെയ്തു. ഭയങ്കര സന്തോഷം. ഈ 33ാമത്തെ സെഷൻ എന്നൊക്കെ പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ അത്രയും സ്ട്രെയിൻ ചെയ്തിട്ടാണ് ഒരു ഫാക്കൽറ്റിയെ മീറ്റ് ചെയ്യുന്നു, അവരുടെ നമ്പർ വാങ്ങിക്കുന്നു, അവരുമായിട്ട് അവരുടെ ഫോട്ടോ വാങ്ങിക്കുന്നു, പിന്നെ നമ്മൾ പോസ്റ്റർ റെഡിയാക്കുന്നു, പിന്നെ ഈ പറഞ്ഞ പോലെ റൈറ്റപ്പ് റെഡിയാക്കുന്നു. അങ്ങനെയൊക്കെ ഒരുപാട് ഒരു പ്രോസസ്സിലൂടെ കടന്നിട്ടാണ് ഈ ഒരു ക്ലാസ് മറ്റുള്ളവരുടെ മുമ്പിലേക്ക് എത്തുന്നത്. അപ്പോൾ ഇത് കഴിയുന്നതും നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. അതുപോലെ നമ്മുടെ ഈ ക്ലാസ്സുകൾ റെക്കോർഡ് സെഷൻ ഇതിലുണ്ടാവും, നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഉണ്ടാവും. അത് നിങ്ങൾ കാണുക, മറ്റുള്ളവർക്കൊക്കെ എത്തിച്ചു കൊടുക്കുക. ആവശ്യമില്ലാത്ത അഭ്യൂഹങ്ങളും സംശയങ്ങളൊക്കെ വെച്ച് പുലർത്താതെ ഇത്തരം ക്ലാസ്സുകൾ പുറം ലോകത്തേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. എന്തായാലും മാമിന് ഒരു ബിഗ് താങ്ക്സ്. അതുപോലെ ഇതില് ഇത്രയും സമയം സഹകരിച്ച നിങ്ങൾ ഓരോരുത്തർക്കും ഇനിയും മാമിന്റെ വിലയേറിയ ടൈമും അതുപോലെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് തരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതിനോടൊപ്പം വീണ്ടും ഒരിക്കൽ കൂടി താങ്ക്സ് പറയുന്നു. നമുക്കിന്ന് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു മാം. ഓക്കെ, താങ്ക് യു മാം, താങ്ക് യു.